ഓക്കെ, നമ്മൾ പുതിയൊരു എപ്പിസോഡായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നും നമുക്ക് 4 പേരുണ്ട്. ഇനി അങ്ങനെ കുറേ നാൾ നമ്മൾ 4 പേര് എന്നും ഇവിടെ ഉണ്ടാവട്ടെ എന്നുവെച്ചാൽ നമ്മൾ രക്ഷപ്പെടരുത്, ഇവിടെ തന്നെ ഇരിക്കണം. ഇന്നെന്താ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിഷയം അതല്ല. വിഷയം ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ്. ആണുങ്ങൾ കരയാറുണ്ടോ? കഴിഞ്ഞ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിൽ കുറെ സ്റ്റോറി ഓടുന്നുണ്ട്, നിങ്ങളുടെ പേര്, വയസ്സ്, അങ്ങനെ ആൾക്കാർ ഓരോന്നൊക്കെ ഇടുമല്ലോ. അതില് എന്നാണ് ലാസ്റ്റ് സ്റ്റോറി ഉണ്ടായിരുന്നു? ഞാനിത് കഴിഞ്ഞ ദിവസം അനീസിക്കായിട്ട് ഞാനൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അനീസിക്കടുത്ത് പറയുന്നുണ്ട്, നീ കരയാൻ ഭയങ്കരമായിട്ട് തോന്നുന്നു. ഞാനങ്ങനെ കരയാറില്ല. വെറുതെ കരയാൻ തോന്നുന്നു. എനിക്ക് വെറുതെ കരയാൻ തോന്നും. ഊട്ടിക്ക് പോകാൻ തോന്നുന്നു. എനിക്ക് വെറുതെ കരയാൻ തോന്നും, പക്ഷെ കരയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് സിനിമയ്ക്കൊക്കെ പോകണം. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാമല്ലോ, സിനിമയുടെ ഇമോഷൻ വെച്ചിട്ടും സാധനമൊക്കെ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കരയാൻ പറ്റൂല. നമ്മൾ മനഃപൂർവ്വം വിത്ത്ഹോൾഡ് ചെയ്യുന്ന, ഞാൻ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും കരയാറുണ്ട്. ഞാൻ തീർത്തോട്ടെ, നിങ്ങൾ കമന്റിൽ പറയണം, നിങ്ങൾ സംസാരിച്ച് തീർക്കാൻ സമയം. സത്യം അല്ലേ? അല്ലേ, ഇത് പറഞ്ഞു തരണം. ഭയങ്കര എന്തിനു കുണങ്ങാൻ വരുന്നത്? അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അനീസിക്ക പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. അനീസിക്ക പറഞ്ഞു, അല്ല കരയാൻ പറ്റുന്നിട്ട് നിങ്ങൾ വിളിച്ചത് ഈ പുള്ളിയെ. അല്ല, എന്തിനായാലും ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത്. അല്ല, ഇമോഷൻ ഇങ്ങനെ പറഞ്ഞാണല്ലോ നമ്മൾ കരയുന്നൊരു പോയിന്റിൽ എത്തുന്നത്. അനീസിക്ക വിളിച്ചാൽ പറയാൻ പറ്റൂലല്ലോ. മനസ്സിലായില്ല എന്ത്? അനീസിക്കയെ വിളിച്ച് വിഷമം പറയാൻ പറ്റില്ല, അനീസിക്ക സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അതെ, പറഞ്ഞല്ലേ കരയാൻ പറ്റൂ എന്ന് പറഞ്ഞ. അപ്പൊ അനീസിക്ക പറഞ്ഞു, അനീസിക്ക ഇടയ്ക്കിടയ്ക്ക് കരയും. അപ്പൊ എനിക്ക് തോന്നി ഒരുപക്ഷെ അനീസിക്ക ഇമോഷണലി സ്ട്രോങ് ആയി നിൽക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ടായിരിക്കും. അനീസിക്ക കരയുന്നൊരു ഒരു എക്സാമ്പിൾ ഇന്നലെ പറഞ്ഞു, കുട്ടന്റെ 3-ാം ചല നിയമം കണ്ടിട്ട്. മഹാദേവന്റെ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കാണണം. കുട്ടന്റെ എന്താ ചലന നിയമം, 3-ാം ചലന നിയമം. അത് കണ്ടിട്ട് അനീസിക്ക കരഞ്ഞു എന്നാ പറയണ. അപ്പൊ അനീസിക്കയുടെ സമയം പോയത് എനിക്ക് വിഷമായി. നമുക്ക് ആ വിങ്ങൽ ഫീൽ ചെയ്യും. അഭിനയിച്ച തകർത്തേക്കുക. ഇങ്ങനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കവളൊക്കെ. ഞാൻ പക്ഷെ 3 തവണ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മഹാദേവനും കരഞ്ഞു, എന്തിനാണ് ഞാനിത് ചെയ്തത്. അല്ല, ഡീസന്റ് ഷോർട്ട് ഫിലിം. അപ്പോൾ കരയാൻ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇതേപോലെ ഇമോഷൻസ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ആൾക്കാർക്കാണ് ജീവിതത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അവർക്കാണ് കുറച്ചുകൂടെ ധൈര്യമുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഷിറ്റ് ചെയ്യാൻ പോകുന്ന പോലെയാണ്. നമ്മൾ കുറേ നാൾ കരഞ്ഞില്ലെങ്കിൽ കരയാൻ പിന്നെയും കുറച്ചുകൂടെ പാടായിരിക്കും. അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ കുറേ 48-50 വയസ്സ് ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ചിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ചിരിക്കാൻ പറ്റാതെ മുട്ടിയിരിക്കുന്ന ആൾക്കാർ. എനിക്കാണ് ചിരിയും കരച്ചിലും അതുപോലെയാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളത് മറന്നുപോകും. ചിലർ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു കലിപ്പ് ഫേസ് പിടിച്ച് ഇങ്ങനെ ജീവിതത്തിൽ നടക്കാം. കരയൂല്ല, ചിരിക്കൂല, ആരുടെ മുന്നിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത മൊത്തത്തിലൊരു കോൺസ്റ്റിപ്പേഷൻ മൂഡിലാണ്. അതാണ്. പക്ഷെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കരയുന്ന മോശം? വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ കരയുന്ന? ചെറുതിലൊക്കെ പറഞ്ഞിട്ടില്ലേ, കരയാൻ പാടില്ല, ആൺകുട്ടികള് കരയേ. ആ സാധനം കുറെ പറഞ്ഞു. പണ്ടത്തെ ഒരു കരയുന്ന ഒരു വീക്ക്നെസ് ആയിട്ട് തന്നെയാണ്. പിന്നെ നമ്മളെന്ത് വിഷം ഒരു മൂത്രം ഒഴിക്കണം. ഈ വെള്ളമൊക്കെ നമ്മൾ ഇതൊഴി കളയും, താഴെ കളയാൻ പറ്റും. അത് കണ്ണീർ പിടിച്ചു വെക്കണം. എന്ത് കഷ്ടപ്പെട്ടത് പിടിച്ചു. എനിക്ക് തോന്നുന്നു ഈ ദേഷ്യം, ഞാൻ ചെറുതിൽ അല്ല ഞാനൊക്കെ ചെറുതിലൊന്നും അങ്ങനെ കരയാൻ യാതൊരു ബുദ്ധിമുട്ടും കാണിച്ചിട്ടൊന്നുമില്ല. അവസാനം എപ്പോഴാണ് കരഞ്ഞത്? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ഞാൻ ഇപ്പൊ അടുത്തൊന്നും അത്ര ഗംഭീര കരച്ചിൽ കരഞ്ഞിട്ടില്ല. സിനിമ കാണുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഫീലൊക്കെ ചിലപ്പോൾ വരും. പക്ഷെ അങ്ങനെ പോലെ ഒരു സിറ്റുവേഷൻ എനിക്കറിയില്ല. ഞാനീ പറഞ്ഞ പോലെ കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കരച്ചിൽ. ഞാൻ സിനിമ കണ്ട് എന്തായാലും കരയും, കൺഫേം ആയിട്ട്. ഞാൻ സിനിമ കാണുന്ന കരയാനും അങ്ങനെ സിനിമ നമ്മൾ അങ്ങനെ ഒന്ന് ഫ്രീ, അതുകൊണ്ടാണല്ലോ തിയേറ്ററിൽ ലൈറ്റ് ഇടാതെ. നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടോ നമ്മൾ ഒരുമിച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് ഇവിടെ കാണുമ്പോൾ ഞാൻ കരയാറുണ്ട്. ഞാൻ ഇവിടെ കടിച്ചു പിടിക്കാറുണ്ട്. ഞാനും ഇങ്ങനെ ലൈറ്റ് ഓൺ ചെയ്യണ മുമ്പേ ഇങ്ങനെ നമുക്ക് തോന്നലുണ്ടോ ആൾക്കാർ കാണുമ്പോൾ എന്താണെന്ന്? ഞാനും കണ്ണുനീരൊക്കെ തുടയ്ക്കും, പക്ഷെ ആൾക്കാർ കാണുമോ എന്നുള്ള തോന്നലാണ് നമ്മൾ കരച്ചിൽ പിടിച്ച് കിടക്കുന്നത്. പക്ഷേ സിനിമയ്ക്കകത്ത് തമാശ സീൻ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു മാസ് കാണുമ്പോൾ നമുക്കിങ്ങനെ പവർ കയറുന്നുണ്ടെങ്കിൽ, നമുക്കാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ നമുക്കുള്ളിലുള്ളൂ അവനെ കൊല്ലണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു വിഷമം കാണുമ്പോൾ ഇമോഷണലി ഡൗൺ ആകുമ്പോൾ നമ്മൾ കരയണം. അതിനകത്ത് എന്താ തെറ്റെന്നുള്ളതാണ് എൻ്റെ. അല്ല, അത് പറഞ്ഞല്ലോ മറ്റടുത്തിരിക്കുന്നവരെന്ത് വിചാരിക്കും എന്നുള്ളത്. ചിരിക്കുമ്പോൾ നമുക്ക് തന്നെയാണ്. അതായത് നമ്മളുടെ ഓഡിയൻസിൽ ഒരു ചെറിയ വിഭാഗത്തിനുണ്ട് ഒരു
ക്രൗഡ് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ക്രൗഡില് പൊട്ടിച്ചിരിക്കാൻ ഒരു പിടുത്തുള്ള ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ചിരിക്കും, ഇങ്ങനത്തെ ചിരിച്ച് അങ്ങനെ അവർ നിൽക്കും. അവർക്ക് ചിരിക്കാനും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, നമ്മളെല്ലാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മളെ പറ്റിയാണ് ആൾക്കാർ എപ്പോഴും നമ്മളെ പറ്റിയാണ്, എന്നെ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കണേ എന്നുള്ളൊരു സാധനം എപ്പോഴും ഉണ്ട്. അല്ല, അത് എനിക്ക് ഞാനത് ഭയങ്കര ഞാൻ ഭയങ്കര ഈഗോയിസ്റ്റിക് ആൻഡ് സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ ചുറ്റുമാണ് ഈ ലോകം കറങ്ങുന്നത് തോന്നൽ എനിക്കുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് തമാശ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും, ഞാൻ ദേഷ്യപ്പെട്ട് വരുമ്പോൾ അതുപോലെ കരയും, വിഷമം വരുമ്പോൾ കരയും. ഞാൻ അനീസയ്ക്ക് ഇതുവരെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അല്ലേ? എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ മാക്സിമം ആൾക്കാരെ കംഫർട്ട് ആക്കാൻ നോക്കും. അങ്ങനെ പീപ്പിൾ പ്ലീസിങ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരോട് ദേഷ്യപ്പെടാൻ എനിക്ക് ഭയങ്കര പാടാണ്. അതായത് ഞാൻ കരഞ്ഞാലും ഞാൻ ചിലപ്പോൾ ദേഷ്യം കാണിക്കുന്നത്, അതായത് ഞാൻ മഹാദേവൻ ജോൺ കണ്ടിട്ടുണ്ടോന്നോ ഞാൻ ദേഷ്യപ്പെടുന്നു. പക്ഷെ അതൊക്കെ ജോൺ ദേഷ്യപ്പെട്ട് വെള്ളം അടിച്ചുള്ള അവസ്ഥകളിൽ എന്റെ ദീപു ഇത് പറയരുത്, ജോൺ ഒരു കുടിയനാണെന്നുള്ള കാര്യം നമ്മളുടെ ഇടയിൽ നിന്നാ പോലെ. കുടിച്ചാൽ ജോണി കാണുന്ന ഈ ചിരിക്കുന്ന ക്യൂട്ട് മുഖം അല്ല എന്നുള്ളത് മഹാദേവൻ അറിയാം, നിനക്കറിയാം, എനിക്കറിയാം, മഹാദേവൻ ശരിക്കറിയാം. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം മഹാദേവൻ ക്രൈഡ് എന്ന് ചോദിച്ചാൽ മഹാദേവൻ എന്താ പറയാ? മഹാദേവൻ എപ്പോഴാണ് അവസാനം കരഞ്ഞത്? ജനുവരി 1. ഞാൻ പറയാം, ജനുവരി 1. ആരാ അവസാനം എന്നാണ് ജോൺ ദേഷ്യപ്പെട്ടത്? ജനുവരി 1. രണ്ടുകൊണ്ടല്ലേ അവസാനമായിട്ട് ജോണിച്ചോ ദേഷ്യപ്പെട്ടതും. ജനുവരി 1 മഹാദേവൻ ജനുവരി 1. മഹാദേവ പറയൂ. അത് അല്ലല്ല, അത് ഒന്നതിന് മുന്നത്തെ എനിക്ക് ആ സാധനം പെട്ടെന്ന് വരും, ദേഷ്യം വരും. എനിക്ക് ഞാൻ അതെനിക്കറിയാം, അതൊരു ഇതിലായിരിക്കും. അതായത് നമ്മള് ആ പോയിന്റിലാവില്ല ചിലപ്പോൾ ദേഷ്യപ്പെടാം, ഇതിന് മുമ്പുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന്റെ എന്നോട് 2-3 വർഷമായിട്ടുള്ള എല്ലാം കൂടെ എടുത്തിട്ട് ആക്കിയതാണെന്ന് പ്രശ്നമായത്. ഞാനാണെങ്കിൽ സ്ത്രീകള് ഭയങ്കരമായിട്ട് ടൈം വെച്ച് കരയണം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എനിക്കറിയാവുന്ന ഒരു സ്ത്രീ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം അവളാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പോലെ അവളുടെ വണ്ടി കയറി തട്ടിയായിരുന്നു. അപ്പോൾ ഭയങ്കര കലിപ്പിലായിരുന്നു. വീട്ടിൽ വന്നു, അപ്പം കലിപ്പ് കാണിച്ചില്ല, വീട്ടിൽ വന്ന് കരഞ്ഞു, തിരിച്ച് നോർമലായി ഇതായി. ആ ഒരു ഭയങ്കര പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ എന്റെ ഭാര്യ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം പെട്ടെന്ന് അല്ല നാളെ കാലത്ത് നമ്മൾ എന്താ കഴിക്കും, അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിന് മുമ്പത്തെ വിഷമം അല്ലാതെ കരഞ്ഞ് തീരുന്ന അവര് എനിക്കൊന്നും അവര് എക്സ്ട്രീം ദേഷ്യം വന്നാലും അവർക്കത് പിന്നെ നിക്കണില്ല എന്ന് തോന്നുന്നുണ്ട് ആ ഒരു സ്പോട്ടിൽ പരിപാടി. അവര് പവർഫുൾ ആവുന്നതും അവരുടെ ഈ ഭയങ്കര എക്സ്പ്രസീവ് നേച്ചർ എല്ലാം അവർ പെട്ടെന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, അവരെ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ചിരിക്കും, അവരെ പ്ലീസ് ചെയ്യാൻ എളുപ്പമാണ്, അവരെ വിഷമിപ്പിക്കുക എളുപ്പമാണ്, ഹർട്ട് ചെയ്യാൻ എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. ഇത് ഈ നമ്മുടെ മെയിൻ പ്രശ്നം ഈ ദേഷ്യം വരുന്ന സാധനം ഉണ്ടല്ലോ, ദേഷ്യം വരുന്ന സമയത്ത് കാണിക്കാത്തതാ. എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉള്ളിൽ വയ്ക്കും. അപ്പൊ ശരിക്കും നല്ല പോലെ ദേഷ്യപ്പെടേണ്ട ഒരു പോയിന്റ് ആയിരിക്കും നമ്മള് നിന്റെ കാര്യത്തിലേ അല്ല, ഞാൻ വേറെ കാര്യത്തില് പറഞ്ഞത് അല്ല, നമ്മൾ ഈ സംഭവം ആ സമയത്തായിരിക്കും അത് ഹോൾഡ് ചെയ്യുക. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് തെറി പറയേണ്ട ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ടാവും, അത് എന്നിട്ട് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പോയിന്റിൽ ചെറിയൊരു സാധനം ഇവിടെ നിന്ന് ഒരു ഉണ്ടായി കഴിയുമ്പോ നിന്റെ അല്ല, നമ്മള് തമ്മിലുള്ള പ്രശ്നം അതല്ല. നമ്മള് മറ്റേ പോയിന്റ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് പുള്ളി ലാസ്റ്റ് എന്നെ പിടിക്കാൻ നോക്കുന്ന സാധനത്തിൽ ഞാൻ തിരിച്ച് ഞാൻ അങ്ങനല്ല, അത് മറ്റേ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? നമ്മൾ അല്ല. അപ്പൊ പുള്ളിക്ക് പൊട്ടി. അവിടെ നിന്നാണ് നീ ഇങ്ങനത്തെ കുറെ പറയും, നീ അങ്ങനെ പറഞ്ഞ ആ ഒരു സാധനം പിടിച്ച് ഇമോഷനെ കയറി പിടിച്ചപ്പോഴാണ്. അതെനിക്ക് ജോൺ കുറച്ച് ഉറക്കത്തിന്റെ കുറവും കാരണം ഡിസ്റ്റോർട്ടഡ് മൈൻഡ് സെറ്റിലായിരുന്നു. സംഭവം നടക്കുന്നത് 1 മണി 2 മണി സമയത്താണ്. അല്ല, ഇതിന്റെ തലേ ദിവസം ഞാൻ ഒരിടത്ത് പോയി ദേഷ്യം കാണിച്ചപ്പോ എന്നോട് എന്ത് പരിപാടി അവിടെ കാണിച്ചേ, ആ കൊച്ചിനത് വിഷമായിട്ടുണ്ട്. നമ്മളൊരു മൊത്തത്തിൽ പറയാം, നമ്മൾ ഒരുമിച്ചല്ലേ പോയി, നമ്മളെല്ലാവരും ഒരു ഹോട്ടലിൽ പോയി, ഒരു ഇവിടുത്തെ പോപ്പുലർ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനും ദേവനും കൂടെ നമ്മുടെ ആ ഹോട്ടലിൽ ഒരു പ്രീവിയസ് ബാഡ് എക്സ്പീരിയൻസ്, അതായത് അവരുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മളെ കയറ്റി വിടത്തില്ല. അപ്പൊ നമ്മൾ എപ്പോ പോയാലും നമ്മളെ തടയും, കാരണം നമ്മള് കുറച്ചിലുള്ള താഴ്ന്ന വർഗത്തിലുള്ള, അപ്പൊ അവർ നമ്മളെ കാണുമ്പോൾ ഫാമിലിയൊക്കെയാണ് കുറച്ചുകൂടെ നാച്ചുറൽസ് എന്നുള്ള തോന്നലാണ് നമ്മൾ താഴെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ താഴെ ഇരിക്കുന്നത്, നമുക്ക് മേളിൽ പോയി ഇരിക്കാം. 2 തവണയായത് അത് നമ്മള് ഒരു തവണ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. അന്ന് നമ്മൾ വഴക്കുണ്ടാക്കി എപ്പോഴും കയറി പറഞ്ഞാലും നമ്മൾ വഴക്കുണ്ടാക്കി മുകളിൽ കയറും. ഇത് 2ാമത്തെ തവണയായപ്പോൾ നമുക്ക് ഇത് എന്തിനാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്
ഞാൻ ദേവനെ കൂടെ ചെറുതായിട്ട് ചൊറിഞ്ഞു. ഈ പറഞ്ഞ ആളിനെ നമ്മളൊന്ന് ചൊറിഞ്ഞു. അതൊരു തീരെ ചെറിയൊരു സ്റ്റാഫൊക്കെ പ്രായം കുറഞ്ഞ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് നിങ്ങൾ മാനേജ്മെന്റിനോട് പറയണം, നിങ്ങൾ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർ ഇത് പറയും, ഞാൻ ഇനി ഒരിക്കലും ഈ ഹോട്ടലിൽ വരൂല എന്ന് അവരോട് പറഞ്ഞ് അത് മാനേജ്മെന്റിനോട് പറയണം. നമുക്കറിയാം ദേഷ്യമല്ലായിരുന്നു, ഫണ്ണായിട്ട് നമ്മൾ പറയുന്നത് മേളിലിരുത്താത്ത അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ തമാശക്ക് ഇങ്ങനെ ചൊറിയുമല്ലോ ആൾക്കാർ, അങ്ങനെയാ ചെയ്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി അങ്ങ് വല്ലാതായി. അപ്പൊ അതിന് ഏതോ ഒരു സാധനം പറഞ്ഞപ്പോൾ മെനു പറഞ്ഞു ഇത് ഇവിടുത്തെ സ്പെഷ്യൽ മറ്റേ മസാല വന്നാൽ അത് വേണ്ട, നമുക്ക് മറ്റേത് മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് തമാശ പരിപാടി പിടിച്ചിട്ടാണ് ഇതുപോലെ ലാസ്റ്റ് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയുടെ ഇത് പറയുമ്പോൾ ഞാൻ ജോണിന്റെ മുഖം നോക്കുന്നുണ്ട്. കുട്ടിയുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ജോണിന്റെ മുഖത്ത്, ജോൺ കരയുന്നുണ്ട് നമ്മളെ കുട്ടിയെ വിഷമിപ്പിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ നീ മോശമായിപ്പോയി നീ കാണിച്ചത്. അപ്പം ഞാൻ എന്ത് നമ്മൾ ഇത്രയും ഇത് ആയതല്ല, അപ്പം അതുകൊണ്ടല്ല നമ്മൾ കാര്യം പറഞ്ഞു. ഞാൻ ക്ലിയർ ആയിട്ടും മാനേജ്മെന്റിനോട് പറയണം എന്നുള്ള സാധനമേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും അനാവശ്യമായ ഒരാളെ കരയിക്കുന്നത് ഞാൻ ഒരിക്കലും ചെയ്യൂല. ഇപ്പോൾ എനിക്കൊന്നും ഒരാൾ അങ്ങനെ കരയിക്കാൻ പറ്റൂല എന്നൊക്കെ. 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല അത് ആ സംഭവം കഴിഞ്ഞിട്ട് ജോണും മാധവനും നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ. അതെ, എനിക്ക് കൃത്യനിഷ്ഠയില്ല, ഞാൻ അടുത്ത സമയത്ത് വരൂല. ഓട്ടോമാറ്റിക്കലി ദേവനെ ജസ്റ്റിഫൈ ചെയ്തു. അല്ലല്ല, ഓൾറെഡി ഈ സാധനത്തിൽ ഞാൻ അതിൻ്റെ ഒരു തന്നെയാണ് നമ്മൾ വിക്ടോക്സ് ആദ്യമായിട്ട് ഞാൻ ഇതുവരെ വരായിരുന്നത്. ഞാൻ ലേറ്റ് ആയിട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ന്യായീകരിക്കാൻ തുടങ്ങി. അല്ലല്ല, ഞാൻ പറയാം അത് അതിൻ്റെ കേസ് കാണാം. അതായത് ഞാൻ ഓൾറെഡി ആ പോയിന്റ് നന്നായി, അതായത് ഞാൻ ജീവിതത്തിൽ ഭയങ്കര, അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു പരിപാടിയിലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. ക്യാമറാമാൻ അഖിൽ എവിടെയും ചിരിക്കുന്നത് ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നതാ. അത് ഞാൻ കൃത്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പണ്ടാണ് ഞാൻ കള്ളം പറയായിരുന്നു. ഏത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ആലപ്പുഴ കഴിഞ്ഞെന്ന് പറയും. എപ്പോ വരും വരാൻ പറ്റത്തില്ല അതൊക്കെ പണ്ടങ്ങനല്ലായിരുന്നു. ഇറങ്ങിയെന്ന് ഉറക്കമായിരിക്കും, പക്ഷെ ഇറങ്ങിന്ന് പറയും 10 മിനിറ്റിൽ എത്തുന്ന പറയും 3.5 മണിക്കൂർ കാണും. അതെ, ആ സാധനം എല്ലാം മാറ്റി ഞാൻ അപ്പോഴേ ഓൾറെഡി നന്നായി. ആ നന്നായ സാധനത്തെ പുള്ളി പിന്നെയും പിടിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമമായത്. പിന്നെ ആ ചർച്ച ഒരു ദേഷ്യം ആ ഒരു ഇൻസിഡന്റ് മാത്രമേ. പിന്നെ എനിക്ക് ആ പ്രശ്നമുണ്ട്. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചത് നമ്മൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാവില്ല എന്നുള്ളൊരു പോയിന്റ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെന്ന്. പിന്നെ ഞാൻ പുള്ളിയോട് എതിർത്ത് സംസാരിക്കില്ല എന്നുള്ള സാധനം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ അച്ഛനോട് പോലും വേണേ ഒരു ക്ലാസ് ഉണ്ടായ കാര്യങ്ങൾ സംസാരിക്കും, പോയിന്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മളങ്ങനെ ആ പോയിന്റ് എപ്പോഴും സംസാരിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും ക്ലിയർലി പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ പോയിന്റിൻ്റെ ഒരു പരിപാടി തീർന്നപ്പോൾ പുള്ളിയാണ് ആദ്യമായിട്ട് ഇമോഷണൽ സാരത്തെ കയറി പിടിച്ചിട്ട് നീ അങ്ങനെ പറയും നീ അങ്ങനെ പറയും. പിന്നെ മറ്റേ തെറിയിലിട്ട് പോകാൻ തുടങ്ങി, ഭയങ്കര എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഇടപെട്ട് അനീസിക്കെ വിളിച്ചു. എനിക്ക് അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ, എനിക്ക് മാത്രമല്ല അനീസിക്കയും കിട്ടിയില്ല. പീലി വിടർത്തി അഴിഞ്ഞാടി ജോൺ ഔട്ട് ബേസ്റ്റ് ചെയ്ത് നീ എന്താ വെച്ചാൽ കാണിക്കും. എന്നിട്ട് ഞാനിതുപോലെ എന്നിട്ട് രാത്രി എന്നിട്ട് ഇവർ വേണമെങ്കിൽ ഒരു വേറെ സ്ഥലത്താണ് ഇവർ പോയിട്ട്, എനിക്കത് ഏറ്റവും കോമഡി. പുള്ളിക്കാർ പെപ്സി ഇഷ്ടമാണെന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയില്ല, നമുക്കറിയില്ല. കൊക്കക്കോള പെപ്സി പുള്ളി അഡിക്റ്റാണ്. അപ്പം ഞാൻ എന്നിട്ട് രാത്രി ഇതുപോലെ വിശന്നിട്ടെങ്ങാണ്ട് ഞാൻ ഇങ്ങനെ രാത്രി എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോവാം. നാളെ കാലത്ത് മഹാദേവൻ രാത്രി വിട്ടുണ്ടാവും. ഫസ്റ്റ് പരിപാടി ഞാൻ ഒരു ഇടത്ത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പോവാന്നുള്ള സാധനമുണ്ട്. കലിപ്പ് ഞാനും ബേസിക്കലി ഞാൻ അവിടെ നിൽക്കില്ല. പിന്നെ എനിക്ക് ഞാൻ ഇറങ്ങിപ്പോവാന്നുള്ള പരിപാടിയുണ്ട്. ഞാനോർത്തപ്പോൾ പക്ഷേ നമ്മുടെ മാനേജർ ഇൻസ്റ്റാഫർ എന്ത് ചെയ്താൽ വിടുന്നില്ല. എന്നിട്ട് ഇയാൾ എന്നെ കൊണ്ട് ചായ കുടിക്കാൻ പോണു, എന്നിട്ട് ഇയാൾ കിടക്കാൻ പോണ സമയത്ത് മുങ്ങാമെന്നുള്ളതാണ് എൻ്റെ പരിപാടി. ആ അപ്പം ഞാൻ എന്നിട്ട് ഇയാൾ പോകണല്ലോ. അപ്പം ഞാനെന്തോ ഓർഡർ ചെയ്തിട്ട് സാധനം മാറി വന്നിട്ട് 3 കുപ്പി പെപ്സി, 1 പാക്കറ്റ് ജീരകവും വെളുപ്പിനെ 3 മണിക്ക്. അപ്പം ഞാൻ ഓർത്ത് ജോൺ ശല്യം പെപ്സി. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ റിൻഷാവർ ഹാളിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പെപ്സി മൊത്തം കൂടെ കാണിച്ചിട്ട് കേട്ടോ ഞാൻ നാളെ രാവിലെ പോകും. പുള്ളി വരുമ്പോൾ പറയണം മറ്റേ ഫഹദ് ഫാസിൽ നസീർ നമ്മൾ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ പിണങ്ങിയിട്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ മറ്റേ സ്ലൈസ് എല്ലാം കൂടെ വീഴുന്ന പോലെ, മാംഗോ ജ്യൂസ് വീഴുന്ന നാളെ ജോൺ ജോ എന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പെപ്സി എല്ലാം കൂടെ എൻ്റെ കണ്ണിൽ നീനക്കായ ഒരു പ്രിയ സ്വപ്നം. പക്ഷെ ആ പോയ പോക്കിൽ തന്നെ 10 മിനിറ്റ് ജോണിന് മനസ്സിലായി ജോൺ ഓവറായിട്ട് വെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, മഹാദിന് വിഷമമായിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പം നമ്മൾ കരഞ്ഞെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ദേവൻ വിങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ ദേവൻ ഇങ്ങനെ അപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കിനെ വെള്ളം എടുത്ത് നോക്കട്ടെ ഇങ്ങോട്ട് ഒഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. മുഖം കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നിട്ട് ഇങ്ങനെ നമുക്ക് ആ വിങ്ങല് കണ്ടാ അറിയാം. ശരിക്കും കരഞ്ഞത് ദീപക്ജിയോടൊക്കെയാണ്. ദീപക്ജി എന്നെ സമാധാനിപ്പിച്ചാണ് എനിക്ക് ഏറ്റവും കുഴപ്പമില്ല, നീ ഒരു തൈരനാണെന്ന് നമുക്കറിയാമല്ലോ, ഞാനും ഒരു തൈരനാണ് അങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്നോട് എന്താ പറഞ്ഞത്.
നമ്മളെല്ലാവരും തൈരന്മാരാ, നമ്മളെല്ലാവരുടെയും കയ്യിൽ തൈരത്തരം ഉണ്ട് എന്ന് പറഞ്ഞിപ്പോൾ എന്താണെന്ന്. അപ്പം ഞാൻ മനസ്സിൽ ഇയാളെന്തോ പറയുന്നത്. അപ്പം നമ്മളെ ആൾക്കാർ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ അങ്ങനാന്ന് അക്സെപ്റ്റ് ചെയ്തെന്നുള്ള സാധനമൊക്കെ. അതായത് മഹാദേവൻ നിന്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെട്ടില്ല. അതെന്തുകൊണ്ടാ? മഹാദേവൻ നിന്നോട് കുറച്ച് റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ദേഷ്യപ്പെട്ടില്ല. നിനക്കറിയാം മഹാദേവൻ കുഞ്ഞാ നിന്റെ അടുത്ത് പറയില്ല, അപ്പൊ അതുകൊണ്ട് നീ ഇതായിട്ട് ദേഷ്യപ്പെട്ടു. നീ എന്താ എന്നോട് ദേഷ്യപ്പെടാൻ? നിന്നെ വിളിച്ചെന്നല്ലേ പറഞ്ഞേ? അല്ല, അത് ഇടയ്ക്ക് വന്നപ്പോ ഇങ്ങനെ നീ ഇങ്ങനെ റാൻഡ്ലിങ് ചെയ്യുമായിരിക്കും. അനീസിക്ക വിഷയം എന്ന് വെച്ചാൽ വ്യതിചലിപ്പിക്കാൻ വേണ്ടി നൈസായിട്ട് ഇടയ്ക്കൊന്ന് തമാശ കാണിക്കാൻ നോക്കിയപ്പോഴാണ് ജോർജ് ചേട്ടൻ ചീത്ത വിളിച്ചിട്ട് വണ്ടി എടുക്കുന്നുണ്ട് ഒരു തെറിയ കൂടെ. എന്റെ വേറൊരു പ്രശ്നം, ഈ ദേഷ്യം വന്നപ്പോ ആദ്യം വായിലൊരു തെറി. അതെല്ലാവർക്കും വല്ലാണ്ട് വരും. ഞാൻ പറഞ്ഞു എനിക്ക് പക്ഷേ ആ പ്രശ്നമില്ല. അതായത് ഞാൻ മറ്റേ റെസ്പെക്ട് ഉണ്ടത് ജോൺ ചേട്ടൻ ആയതുകൊണ്ടാണ് ഒരു പോയിന്റ്. ഞാൻ നിങ്ങളോട് ആരോടും അത്രയും ആ ഒരു സാധനം, അത് നമ്മൾ ഇത്രയും കമ്പനി ആയതുകൊണ്ടും ആൾക്കാരിപ്പം വിചാരിക്കുന്നതിൽ കൂടുതൽ ഒരു സാധനം നമ്മൾ നാലും തമ്മിലുള്ളത് കൊണ്ടാണ് ആ പരിപാടി. അതുകൊണ്ടാണ് അവിടെ അത്ര വലിയ പ്രശ്നമില്ല. അല്ല ഞാൻ ഈ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ സ്ട്രേഞ്ചേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ വഴക്കുണ്ടാകും. കാരണം ഞാൻ അതെനിക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ സ്ട്രേഞ്ചേഴ്സിനോട് വള്ളി പിടിക്കാൻ സാധ്യത. കാരണം എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ്. എനിക്കത് ഈ പറഞ്ഞ ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഈ പറഞ്ഞ ഭയങ്കര നിഷ്കുസാനായിരുന്നു. ഈ കരച്ചിൽ ശരിയായിട്ട് അല്ലല്ല ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഞാൻ മറ്റേ അന്ന് നന്നായിട്ട് പഠിക്കും പരിപാടി, മറ്റേ ടീച്ചർമാരുടെ പറ്റിയ പരിപാടി. ഞാൻ ഈ പറഞ്ഞ ടീച്ചർമാർ എന്നോട് സ്റ്റാഫ് റൂമിലൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ഇവരെന്നെ കുറിച്ച് നല്ലതൊക്കെ ആയിരിക്കും അല്ലേ പറ്റും. അപ്പം ഞാൻ ഈ ബഹുമാനം കാരണം എൻ്റെ കണ്ടിന്യൂ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അത് എൻ്റെ അമ്മയ്ക്കും ഉണ്ടാ പ്രശ്നം. അമ്മയും ഈ പറഞ്ഞ ചെറിയ ലൈറ്റ് കാര്യത്തിന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണ്ണ് നിറയുന്നൊരു പരിപാടി. എനിക്കൊരു വേറൊരാളുടെ കണ്ണ് നിറയുന്നത് കണ്ടാലും കണ്ണ് നിറയും. അപ്പോൾ ഈ ഓവർ നിഷ്കുസ് സാധനം. അപ്പോൾ എന്നോട് എൻ്റെ ടീച്ചർ ഇങ്ങനെ ചോദിച്ചിട്ട് നീ എന്തിനാ കരയുന്നത്, നിന്നോട് നല്ല കാര്യമല്ലേ പറയണത് ആ സാധനം. എന്നാലും ഈ പറഞ്ഞ എനിക്ക് ദേഷ്യം നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബഹുമാനം കൊണ്ടാ. അതായത് എനിക്ക് സന്തോഷമാണ്, ബഹുമാനമാണ്, എന്തൊക്കെയും. കാരണം ഞാൻ ഈ പറഞ്ഞ ഭയങ്കര ഫിനാൻഷ്യലി തകർന്ന പരിപാടിയാണ്. എനിക്കും അറിയാം ഞാൻ വേണം മറ്റേ ഫാമിലി രക്ഷപ്പെടുത്താൻ, അങ്ങനത്തെ കുറേ ബാധ്യതകളുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ നല്ലതൊക്കെ, കാരണം ഞാൻ ഭയങ്കര മോശമായിരുന്നു പഠിക്കാൻ 4ാം ക്ലാസ് വരെ. 5ാം ക്ലാസ് തൊട്ട് ഇതുപോലെ വാശിപ്പുറത്ത് ഞാൻ ഇങ്ങനെ ഒരുത്തൻ്റെ അടുക്ക് പോയിട്ട് ക്ലാസ്സിലെല്ലാവർക്കും അന്ന് ഗ്രേഡ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കും അറിയാം ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള. എനിക്ക് എൻ്റെ റാങ്കൊക്കെ 20-21 അപ്പം അവിടുന്ന് ഞാനിതുപോലെ CBSE മാറി സ്റ്റേറ്റ് കയറിയപ്പോഴും എൻ്റെ വിചാരം തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ പറഞ്ഞ ആവറേജ് സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയോ 5-ലോ 6-ലോ പഠിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സോഷ്യൽ സയൻസിൻ്റെ പേപ്പർ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നിരത്തി പൊട്ടുക. എന്ന് വെച്ചാൽ F ആണ് ഫെയിൽ എന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് പാസ് ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന ഒരുത്തനുണ്ട്, അതിന് പേര് വെറുതെ. അപ്പം അവന് B ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് മാർക്ക് B ആണ് ഗ്രേഡ്. ബാക്കി എല്ലാവർക്കും ഈ പറഞ്ഞ FF തൊട്ടവർക്ക് ABCDE അല്ല EF അല്ലേ, ഓർഡർ മാറിപ്പോയി പഠിക്കുന്നൊക്കെ പറഞ്ഞ് ABCDE. അപ്പോൾ എല്ലാവർക്കും F. മിക്കവരും ജസ്റ്റ് പാസ് E ആണ് കയറിയേക്കുന്നത്. ഒരുത്തന് മാത്രം B. എൻ്റെ പേപ്പർ ഇങ്ങനെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പേപ്പർ വെച്ചിട്ട് എനിക്ക് B. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ക്ലാസ് ടോപ്പർ ഇവൻ മറ്റേ ഡിവിഷൻ ടോപ്പർ, നമ്മുടെ അവിടെ F വരെയൊക്കെ ഉണ്ട് ഡിവിഷൻ, അത്രയും പിള്ളേരുള്ള സ്കൂളാണ്. അവൻ മറ്റേ ഡിവിഷനിലൊക്കെ ടോപ്പറാണ്. അപ്പോൾ അവൻ്റെ ഗ്രേഡ് കിട്ടി എനിക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അളവില്ലാത്ത സന്തോഷം തോന്നി മനസ്സിൽ. ഞാനാണ് ഇൻ്റർവെല്ലിന് ഭയങ്കര നിഷ്കളങ്കമായിട്ട് അവൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു എനിക്കും അതിന് B ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സന്തോഷം പങ്കുവെച്ചതാണ്. അപ്പോൾ അവൻ പറഞ്ഞു അതെനിക്ക് പഠിക്കാൻ പറ്റില്ല എൻ്റെ തലേദിവസം, അതുകൊണ്ടാണ് നിനക്ക് ബാക്കിയൊക്കെ. എനിക്ക് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ സാധാരണ മാർക്കേ ഉള്ളൂ. അപ്പോൾ അവൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കാൻ ചെന്നപ്പം അപ്പം ഞാൻ ഓർത്ത് ഇവനെ അടിച്ച് കളയണം എങ്ങനെയെങ്കിലും എന്നുള്ള സാധനം പിടിച്ച് സീരിയസ് ആയിട്ടും. അങ്ങനെ അടുത്ത ടൈം എക്സാം ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഈ ആവറേജിൽ നിന്ന് കുറച്ചുകൂടെ കയറി 7ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഇവൻ്റെ ലെവൽ പരിപാടി പിടിക്കാൻ നോക്കിയിട്ട് 7-ലുണ്ട് നമ്മൾ ഈ പറഞ്ഞ UP ഏറ്റവും പഠിക്കുന്ന ആളെന്നുള്ള സാധനമുണ്ട്. UP ഇതുപോലെ ഞാൻ അവനെ അടിച്ച് കളഞ്ഞ്. അപ്പം അത് കാരണം ഇവനോടുള്ള ഒറ്റ വാശി എനിക്ക്. ഇല്ല ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതുപോലെ. കാരണം നമ്മൾ ആനിവേഴ്സറിക്കൊക്കെ ആണല്ലോ നമുക്ക് ഈ പ്രൈസൊക്കെ തരുന്നത്. അപ്പോൾ ഇവനും കാണുന്നുണ്ടല്ലോ, കണ്ടാൽ മതി. അല്ലാതെ ഞാൻ പറയാനൊന്നും പോയിട്ടില്ല. അവിടെ നിന്നാണ് ഞാൻ മറ്റേ പഠിക്കണ പരിപാടിയൊക്കെ പിടിച്ചത്. അപ്പോഴാണ് ടീച്ചർമാർക്കൊക്കെ നമ്മൾ ഇഷ്ടമായി തുടങ്ങുന്നതും ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ നല്ലത് ജീവിതത്തിലോട്ട് വരുന്നത് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കും വലിയ പ്രതീക്ഷയില്ല ഞാൻ കൊണ്ട് കുടുംബം രക്ഷപ്പെടുത്തു. ഞാൻ +1 കയറിയപ്പോൾ ഒരു ആവശ്യമില്ലാതെ അവിടുത്തെ ഒരു പ്രിൻസിപ്പൾ ഭയങ്കര ചൊറി. പുള്ളിക്ക് എന്നെ കാണുമ്പോൾ വെറുതെ ദേഷ്യമാണ്. അപ്പോൾ എന്നെ കാരണം ഈ പറഞ്ഞ പോലെ ഈ മറ്റേ അനീസിക്ക് മുമ്പ് പറഞ്ഞ പോലെ തിരിച്ച് പറയൂല. അവിടെ ഈ പറഞ്ഞ പോലെ പിള്ളേർ
സാറുമാരോട് തിരിച്ച് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേ തട്ടിക്കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ടീംസ് ഉണ്ട് +1 +2 ഒക്കെ എത്തിയപ്പോൾ. അങ്ങനത്തെ നല്ല വാശിയും വൈരാഗ്യമുള്ള പിള്ളേരുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ അയ്യോ പാവം പരിപാടി വന്നേക്കുന്നത്, നമ്മളെങ്ങനെയും പഠിക്കണം പരിപാടി. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ എന്നെ വെറുതെ ഇൻ്റർവെല്ലിന് ഞാൻ വരാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ വെറുതെ ചീത്ത വിളിക്കുക, എന്നെ മാത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ്, ആൾക്കാർ നിൽക്കുമ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ കരച്ചിൽ തന്നെ. നമ്മളീ പോയി എന്നോട് വിഷമം തന്നെ വെച്ചു. അപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതി മാറും. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാങ് നമ്മൾ പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഒരു 2 മിനിറ്റൊക്കെ താമസിക്കുന്ന ബാക്കി എല്ലാവരും കയറി, പുള്ളി എന്നെ മാത്രം പിടിച്ചു നിർത്തി വരാന്തി വെച്ച് എനിക്ക് അടിച്ചിട്ടുണ്ട്. എന്നെ ഭയങ്കര വെറുതെ എന്നിട്ട് എന്നോട് ഒരു ദിവസം പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് നോട്ടിരുന്നു, നിനക്ക് ഞാൻ പുറത്തിറങ്ങുന്നത് നിനക്ക് പ്രായത്തിൽ കൂടിയ കൂട്ടുകെട്ടാണ്, നീ ഭയങ്കര ഉഴപ്പാണ്. അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ സ്കൂൾ വിട്ടാൽ വീട്ടിൽ പോയി ഞാൻ ഭയങ്കര അത്രയും മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ ഇതുപോലെ വെറുതെ പുള്ളി ഇങ്ങനെ ടോർച്ചർ. സത്യം പറഞ്ഞാൽ എനിക്ക് 10ാം ക്ലാസ്സിൽ 94% മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ +1 +2 +1 എനിക്ക് ഈ പറഞ്ഞ പോലെ 80 അടിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് നിർന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് താഴെ പോവാതെ നമ്മളൊരു ലെവൽ പിടിച്ചാൽ നമുക്ക് താഴെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ ഇതുവരെ നമ്മൾ പരീക്ഷ തോറ്റിട്ടില്ല ആ ഒരു സാധനമൊക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ +1 ആയപ്പോൾ ഉള്ള എന്താ മാർക്ക് പോലും എനിക്ക് +2 ആയപ്പോൾ കുറഞ്ഞ. കാരണം എന്നെ ഭയങ്കരമായിട്ട് ഇയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ സ്കൂളിൽ പോകണ്ട, ടാർഗറ്റ് ചെയ്ത് വെറുതെ ഇതാക്കുക. അപ്പോൾ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്നത് ഈ സമയത്ത് തന്നെ പാരലലി ആ സമയത്ത് തന്നെയാണ് നടക്കുന്നത് എക്സാം ഫീ. അപ്പോൾ എക്സാം ഫീ എന്ന് പറഞ്ഞാൽ 300 രൂപയുള്ളൂ. സർക്കാർ പിടിക്കുന്ന എക്സാം ഫീ, ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാനും ആൻസർ ചെയ്യാൻ എല്ലാത്തിനോടുള്ള ബുക്ക്ലെറ്റിനൊക്കെ ഉള്ള എമൗണ്ടാണ്. പക്ഷേ സ്കൂളാണ് റണ്ണിങ് ഫണ്ടെന്നും പറഞ്ഞത് 1600 രൂപയൊക്കെയാണ് അടിക്കുന്നത്. സ്കൂളിൻ്റെ റണ്ണിങ് ഫണ്ട് എക്സാം ഫീയും കൂടെ എന്ന് പറഞ്ഞാണ് അടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റേ ഇതിനെന്നാ പറയണ, മറ്റേ ഈ സർക്കാർ ശമ്പളം കൊടുത്തിട്ടൊരു മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ റണ്ണിങ് ഫണ്ട് പിരിക്കരുതെന്ന് നിയമമുണ്ട്. അപ്പോൾ ഞാനാണ് ഈ പറഞ്ഞ പോലെ മറ്റേ പത്രമൊക്കെ ആക്കി പഠിപ്പി പരിപാടിയുണ്ട്. അപ്പോൾ ഈ സാധനം ഞാനും വായിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനും അറിയാം. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ഫീസ് ചോദിക്കുമ്പോൾ അച്ഛൻ ഇതുപോലെ എന്നോട് പറഞ്ഞു, ഈ റണ്ണിങ് ഫണ്ട് പിരിക്കാൻ പറ്റത്തില്ലെന്ന് നിയമമുള്ളതാണ്, താൻ പോയിട്ട് സാറിനോട് പറഞ്ഞു നോക്ക്. ഇതുപോലെ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയണ്ട, പക്ഷെ നമ്മൾ ഹോൾ ടിക്കറ്റ് തരുമല്ലോ എക്സാം ഫീ അടച്ചില്ലെങ്കിൽ. ഹോൾ ടിക്കറ്റ് തരാൻ പറ. നമ്മളെന്തായാലും മറ്റേ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ സ്കൂളിൽ പോകണമല്ലോ, നമ്മളവിടെ നിന്ന് വിട്ടു പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സമയത്തേക്ക് ഇത് കൊടുക്കാം. ഹോൾ ടിക്കറ്റ് മേടിക്കുന്നതിന് മുന്നേ പൈസ കൊടുക്കാമെന്ന് പറയും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് മുന്നേ പൈസ കൊടുക്കാമെന്ന് പറ, ഇപ്പോൾ ഹോൾ ടിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഈ പറഞ്ഞ ഞാൻ പൈസ വയ്ക്കുമ്പോൾ അച്ഛൻ എന്നോട് ഇതാ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്, ഇങ്ങനെ പറഞ്ഞു നോക്കാനാണ് പറയുന്നത്. അപ്പം ഈ 2 വർഷമായിട്ട് എന്നെ ഇത്രയും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ അടുക്കെ ചെന്നിട്ടാണ് ഞാൻ ഇത് പറയാൻ. എനിക്കന്ന് അച്ഛനോട് ഇത് പറയാനുള്ള സാധനവും വന്നിട്ടില്ല. അപ്പം ഞാൻ നേരെ ചെന്നിട്ട് ഇയാളുടെ അടുക്കെ ചെന്ന് പുള്ളി ഇതുപോലെ പുള്ളിക്ക് പെൺപിള്ളേരോടൊക്കെ ഭയങ്കര കാര്യമാണ് അല്ല ഞാൻ. അപ്പം ഞാൻ പുള്ളിയുടെ ക്യാബിൽ ഇതുപോലെ 3 പെൺപിള്ളേട്ട് സംസാരിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുക. മറ്റേ എനിക്ക് നല്ല പേടിയുണ്ട്, ഇയാളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇതുപോലെ പുള്ളി എന്തോ അതൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ, അപ്പോൾ അകത്തോട്ട് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു എന്തോ പ്രശ്നം പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ ഈ പെൺപിള്ളേരൊക്കെ നിൽക്കുക. അപ്പോൾ നമുക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്ന പറയാം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത് പറയാൻ. അപ്പം ഞാനിതുപോലെ ഇവർ പോയിട്ട് പറയാൻ പറഞ്ഞു, എന്ത് നിനക്ക് ഇപ്പോൾ പറഞ്ഞതൊക്കെ ചോദിച്ചു. അപ്പോഴും ഈ പറഞ്ഞ പോലെ കലിപ്പ് ആറ്റിറ്റ്യൂഡാ. പുള്ളി ഞാൻ പറഞ്ഞില്ല, പെൺകുട്ടികളുടെ പ്രശ്നമില്ല. എൻ്റെ അടുക്കാണ് ഒലിപ്പ് ഫേസാ. പക്ഷെ എൻ്റെ അടുക്ക് മാത്രം പുള്ളി ഈ പറഞ്ഞ പോലെ കലിപ്പാവാൻ വേണ്ടി ആവുന്നില്ല എന്തോ. ഞാൻ ഈ പറഞ്ഞ അപ്പാവി സാധനം നമ്മളൊന്നും പറയൂല എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ അവസാനം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ പുള്ളി ഇതുവരെ സംസാരിച്ച് തുടങ്ങി നമ്മൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മറ്റേ റണ്ണിങ് ഫണ്ട് അടയ്ക്കാൻ പൈസ ഇല്ല, ഹോൾ ടിക്കറ്റ് മേടിക്കാം. പുള്ളി റണ്ണിങ് ഫണ്ട് അടയ്ക്കും, ബാക്കി എല്ലാവരും പിന്നെ ഇവിടെ ബാക്കിയുള്ളവരെന്ത് കാണാൻ, പിന്നെ നിനക്ക് മാത്രം ഹോൾ ടിക്കറ്റ് വരുന്നതൊക്കെ ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ പൈസ ഇല്ല എന്നിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ കുറച്ച് ഭയങ്കര സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ വരിക ആ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇത് പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, നിന്നെ കണ്ടാൽ പറയത്തില്ലോ അത് ഈ കാശില്ലാത്ത വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആദ്യം വെച്ച് ഇതെന്ത് പരിപാടി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അത് ചിലപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള കാര്യമല്ലോ, ചിലപ്പോൾ അത് കുടുംബത്തിൻ്റെ എന്തെങ്കിലും പരിപാടിയായിരിക്കും, പാരമ്പര്യമായിട്ട് കിട്ടിയായിരിക്കും, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെറുതായിട്ടൊരു തർക്കത്തരം സാധനം പോലെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, റണ്ണിങ് ഫണ്ട് അടയ്ക്കാതെ നിനക്ക് ഹോൾ ടിക്കറ്റും തരാമല്ലോ, ദീപ കാശ് കൊണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ നിയമപരമായിട്ട്
റണ്ണിങ് ഫണ്ട് പിരിക്കാൻ പറ്റില്ല എന്നാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നെ നിയമം പഠിപ്പിക്കാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിക്കാൻ അങ്ങനെ പരിപാടിയല്ല സാർ, റണ്ണിങ് ഫണ്ട് പിരിച്ചുകൂടെ ഒന്ന് നിയമപരമായിട്ട് സാധനമുണ്ട്, ഞാൻ പത്രമൊക്കെ വായിക്കുന്നതാണ്. എക്സാമിനേഷൻ ഫീസ് 300 രൂപ ഞാൻ അടയ്ക്കും, റണ്ണിങ് ഫണ്ട് ഞാൻ അടയ്ക്കില്ല. സാറ് ഹോൾ ടിക്കറ്റ് ഒന്നുമില്ല, ഞാൻ ഇവിടെ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകും. എനിക്ക് 18 വയസ്സായിട്ടില്ല, സാറിന് അറിയാവുന്ന എനിക്കറിയത്തില്ല. പിള്ളേരൊക്കെ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോലീസുകാരും നിയമമൊക്കെ നമ്മുടെ സൈഡിൽ കുറച്ചുകൂടെ ഇതായിട്ട് നിൽക്കും. ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകും, സാറിന് 2 വർഷമായിട്ട് ടോർച്ചർ ചെയ്യുന്ന അടക്കം ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നീ പോലീസ് സ്റ്റേഷനിൽ പോകും, അതെന്നാ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തമാശയ്ക്കൊന്നും പറയാറില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോകും, ഞാൻ ഈ യൂണിഫോമിൽ തന്നെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കും. സാർ 2 വർഷമായിട്ട് എന്നെ ടോർച്ചർ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനിപ്പോൾ ഞാൻ കാശ് ഉണ്ടായിട്ട് തരത്തില്ലെന്നല്ല പറഞ്ഞത്, ഇല്ല ഈ പറഞ്ഞ പോലെ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് മുന്നേ തരാമെന്നാണ് പറഞ്ഞത്, എക്സാമിനേഷൻ ഫീസ് അടയ്ക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, റണ്ണിങ് ഫണ്ട് പിരിക്കരുതെന്ന് പറഞ്ഞാൽ തരത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളിക്കൊരു സംശയമായി ഇവനിനി ശരിക്കും പോകുമെന്നൊക്കെ. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ പെൺപിള്ളേരെ ഈ സൈഡിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇൻസൾട്ടും പരിപാടിയായി. അപ്പോഴത്തേക്കും പുള്ളി ഇതുപോലെ ഹോൾ ടിക്കറ്റ് എടുത്ത് എൻ്റെ മേത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിൻ്റെ ഹോൾ ടിക്കറ്റ് നീ എടുത്തോണ്ട് പോകണം, നീ എന്തെങ്കിലും കാണിക്കുക, നീ അധ്യാപകരുടെ അടുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് നീ എങ്ങനെ പോയി രക്ഷപ്പെടുമെന്ന് എനിക്കറിയണം, അങ്ങനത്തെ മറ്റേ ഇമോഷണൽ സാധനമൊക്കെ. അപ്പോഴത്തേക്ക് എനിക്കത് വീണ്ടും അപ്പം ഞാൻ പറഞ്ഞു സാർ അങ്ങനെ വലിച്ചെറിഞ്ഞൊന്നും ഞാൻ എടുക്കില്ല, സാർ തന്നെ എടുത്ത് തരണം എന്ന് പറഞ്ഞു. അതിനെ പുള്ളി എഴുന്നേറ്റ് ഹോൾ ടിക്കറ്റ് എടുത്ത് എൻ്റെ കൈ തന്നു. അപ്പം ഞാൻ ഇങ്ങനെ കൊള്ളാം, കുഴപ്പമില്ല, കൊണ പിടിക്കുന്നതാണ് കുറച്ച് നല്ലത് ജീവിതത്തിൽ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അച്ഛൻ വന്നിട്ട്, അച്ഛനാണെങ്കിൽ കൊണ്ട് 1600 രൂപ അടച്ച് പുള്ളിയോട് മാപ്പും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓഫീസ് റൂമിൽ നിൽക്കുക, പ്രിൻസിപ്പളും അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് പുള്ളി എന്നോട് ഞാൻ നീ എങ്ങനെ ഈ അച്ഛൻ ഉണ്ടായടാ, നിൻ്റെ അച്ഛൻ എന്തൊരു മര്യാദ, ഇയാളെന്തൊരു നിൻ്റെ അച്ഛൻ എന്തൊരു മര്യാദ സംസാരിക്കും, നിനക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ, നീ അങ്ങനത്തെ ഒരു സാധനമൊക്കെ അടിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു, കാരണം എൻ്റെ അച്ഛനാണ് എന്നോട് ഇതെല്ലാം പറയാൻ വന്നിട്ട്. ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ അച്ഛനോടും ചൂടായി, 2 പേരോട് ഈ പറഞ്ഞ ബഹുമാന സാധനം മാറ്റി വെച്ചിട്ട്. പക്ഷെ ഞാൻ അന്നാണ് എനിക്ക് മനസ്സിലാവണേ, ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കൊച്ചിലെ കഴിഞ്ഞ പിന്നെ ഞാൻ വർഷങ്ങളെ ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ഈ പറഞ്ഞ ബഹുമാന സാധനം അല്ലാതെ വിഷമം വന്നിട്ട് ഇവിടുത്തെ ഈ ഇങ്ങനെ പൊങ്ങി പോയിട്ടൊരു സാധനമുണ്ട്, കരച്ചിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ. അന്ന് ഞാൻ അങ്ങനെ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വിഷമമുള്ള കരച്ചിൽ സാധനം. ജോൺ എന്നാണ് ലാസ്റ്റ് കരഞ്ഞത്? ജോൺ ഡോർമി ലാസ്റ്റ് കരഞ്ഞത് നല്ല രീതിയിൽ കരഞ്ഞത്, നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണീര് ഒഴുകുന്നല്ല, ജസ്റ്റ് വാവിട്ട് കരഞ്ഞതാ. നല്ല രീതിയിൽ കരഞ്ഞത്, ജസ്റ്റ് കണ്ണ് നിറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അന്നും ദേവനോട് വഴക്കുണ്ടാക്കിയപ്പോഴും ജോണിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല വീട്ടിൽ ഈ പറഞ്ഞ പോലെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഒക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കരഞ്ഞിട്ടുള്ളൂ. അതായത് ഫാമിലി അലമ്പുകൾ അങ്ങനെ വൈഫ് ഞാൻ പറഞ്ഞില്ല ഇതുപോലെ കരയാവുള്ളൂ. ചിലപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച നിന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ 2 ദിവസം മുമ്പ് അവിടെ തുടങ്ങും പോവാല്ലേ പറഞ്ഞിട്ട്, അല്ല നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കാരണം ഞങ്ങൾ സ്വിച്ച് ചെയ്യും പെട്ടെന്ന്. പക്ഷെ കുറച്ചറിയുമ്പോൾ വീണ്ടും ആ മോഡിലേക്ക് വരും. അവർക്ക് കരയാല് എനിക്കറിയില്ല. ഞാൻ കുറേ കാലം കൊണ്ട് അവളെ പരിചയപ്പെട്ട സമയത്ത് അവള് കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കരയുന്നത് അവള് കണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അമ്മയച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, അവര് തമ്മിലുള്ള അലമ്പുണ്ടാവണം എൻ്റെ ഇടയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ജോൺ കരയുന്നത്. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ +2 പഠിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. എന്നെ മണ്ടെന്ന് വിളിച്ചപ്പോ എന്നെ ഫിസിക്സ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് അല്ല, ഞാൻ എന്താ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ എന്താ എന്നെ വിളിച്ചത്. എനിക്ക് ഞാൻ നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ, എന്നെ മണ്ടെന്ന് വിളിച്ചാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞു. എവിടെ പോയി കരഞ്ഞു? അവിടെ വെച്ച് കുറച്ച് കരഞ്ഞു, ബാക്കി ഞാൻ മാറിന്ന് കരഞ്ഞു. ഇല്ല, ഞാനാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞത് ഈ റിലേഷൻഷിപ്പിൽ സാധാരണ ഈ പെണ്ണുങ്ങൾ കരയുമ്പോൾ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തൊരു കരയാണ്, കരച്ചിൽ നിർത്തി കരയാതെ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി കരയുമ്പോൾ കരഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവരാ ഒരു ഇമോഷൻ ഫുൾ അല്ലേ നമ്മൾ ഒരിക്കലും എന്താ അത് കഴിഞ്ഞ സാധനമല്ല, എന്തിനാണ് ഇപ്പൊ ഇരുന്ന് കരയുന്നത്, ഗുണമുണ്ടോ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അല്ല ഞാൻ ഇതുപോലെ എനിക്കതല്ല, ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിക്കായിരുന്നു ഏത് കരഞ്ഞ സ്പോട്ടുകൾ ഏതാന്ന്. എൻ്റെ ചേട്ടൻ അങ്ങനെ ദേഷ്യം പെട്ടെന്ന് കാണിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അങ്ങനെ കരയണം കണ്ടിട്ടില്ല. അവൻ്റെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവൻ്റെ എല്ലാം ഭയങ്കര ജെന്യുവിൻ ഇതുകളാണ്, അവൻ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. എൻ്റെ ഒരു അങ്കിള് മരിച്ച സമയത്ത് അവനെ ഞാൻ അങ്ങനെ കരയണത് അപ്പോഴാണ് ഭയങ്കരമായിട്ട് അവൻ കരഞ്ഞു. എൻ്റെ പപ്പയുടെ ചേട്ടൻ മരിച്ച സമയത്ത്, അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ ഒരു ചേട്ടൻ മരിച്ച സമയത്ത്, അപ്പോഴൊക്കെ അവൻ ആ അങ്കിള് മരിച്ച സമയത്ത് അവൻ കരഞ്ഞത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര കരച്ചിൽ എനിക്ക് വന്നില്ല. പക്ഷെ ഇവൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി, കരഞ്ഞു പോയി.
അന്നും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ പക്ഷേ ലാസ്റ്റായിട്ട് കരഞ്ഞ വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ ചേച്ചി കല്യാണം കഴിച്ചു പോയിട്ടോ. കല്യാണം കഴിക്കാൻ പോകുന്ന, അതായത് നമ്മൾ തമ്മിൽ ഈ പറഞ്ഞ ചേച്ചിയും പറഞ്ഞ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിൻ്റെ. അപ്പോൾ അവൾ ഭയങ്കര തിരക്കാണ്. രാവിലെ തൊട്ട് എഴുന്നേറ്റ് ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ പർച്ചേസിനൊക്കെ പോകുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച, ഈ ഇടയ്ക്കത്തെ ഒറ്റ ദിവസമൊക്കെ നോക്കി ഫുൾ തിരക്ക്. അപ്പോൾ നമ്മളായിട്ട് സംസാരം കുറവ്, നമ്മൾ തമ്മിലും സംസാരം കുറവ്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇതിനിടയിലൊക്കെ ശ്വാസം വിടുമ്പോൾ എന്നാലും ഞാൻ കല്യാണം കഴിച്ചു പോകും, നിനക്കൊരു വിഷമവും ഇല്ലല്ലോ എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് വിഷമം. അപ്പോൾ നമ്മളും സത്യം പറഞ്ഞാൽ കല്യാണം നടത്താനുള്ള ഓട്ടത്തില്ല. അപ്പോൾ അതിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പോണതിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. കല്യാണത്തിന് തലേദിവസം ആക്ച്വലി അമ്പലത്തിന് വെച്ചാണ് കല്യാണം. തലേദിവസം നേരത്തെ റെഡി ആവാനൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ചേച്ചിയും അമ്മയും അത്യാവശ്യം 2 കസിൻ 2-3 പേരും അവിടെ പോയി നിന്ന്. ഇവിടെ നിന്ന് ആൾക്കാരെ എല്ലാമായിട്ട് പോകുന്നതുകൊണ്ട് ഞാനും അച്ഛനും വീട്ടില്ല. ഞാനാണ് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് അച്ഛനും നേരത്തെ. അപ്പോൾ ഞാൻ മാത്രമാണ്, ഞാൻ ഏറ്റവും ലേറ്റായിട്ട് വെളുപ്പിനെ 3 മണിക്കാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അച്ഛനും ഉറങ്ങി രാവിലെ പോകേണ്ടതുകൊണ്ട്. അപ്പോൾ അച്ഛനും അപ്പച്ചിയും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ, വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ വെളുപ്പിനെ വന്നിട്ട് ഇതുപോലെ കുളിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഞാൻ ഇങ്ങനെ ബാത്റൂമിൽ പോയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചേച്ചി എന്നോട് ഇത്രയും കാലം നമ്മൾ ഈ മറ്റേ ബമ്പർച്ചിലൊക്കെ വന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സൊക്കെ ചേച്ചി ഇങ്ങനെ എപ്പോഴും ചുമ്മാ ഇടയ്ക്ക് ഫോട്ടോ ഇടുമ്പോൾ ചേച്ചിയാന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്, പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാനത് ചെയ്യാറില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ സാധനങ്ങളൊന്നും ഇടാറില്ല, സാധനമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ അന്ന് രാവിലെ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് പോകണം പ്രശ്നം ഓഫ്കോഴ്സ് ഉണ്ട്. ഇവളെയും കൊണ്ട് ഈ കല്യാണത്തിന് മുന്നേ ഞാൻ നിന്റെ കല്യാണത്തിന് എത്തി നോക്കണ ഒരു കാര്യമാണ് ഈ മണ്ഡപത്തിന് സമയത്തിന് എത്തുന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കല്യാണത്തിന് തലേദിവസം നമ്മള് വന്നിട്ട് അടുത്തുള്ള ഈ അമ്പലങ്ങളിലൊക്കെ വൈകിട്ടല്ലേ എത്തിയില്ലല്ലോ നീ? റിസപ്ഷന് എന്റെ വീട്ടുകാർ തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ സമയത്ത് ഇപ്പൊ നമ്മുടെ കൂടെ നടക്കാം. അതെ അതെ. എന്നിട്ട് ഇവിടെ എന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ കൂടെ ഭാര്യ ഉണ്ട്, അനുണ്ട്. അവിടെ പറയുന്നുണ്ട് ഇവൻ അങ്ങോട്ട് പോകണ്ട, ഇവൻ. എന്നിട്ട് ഞാൻ അച്ഛനായിട്ടൊന്ന് അച്ഛൻ പിണങ്ങി എന്നോട്. കാരണം ഞാൻ വന്നിട്ട് ഫ്രസ്ട്രേഷൻ തീർക്കാണ് നിങ്ങളോട് വന്നത്. എന്നിട്ട് ഞാൻ രാത്രി പോയിട്ട് ഞാനും അളിയനും ചേച്ചിയും കൂടി ഇരുന്ന് കഴിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആ വീട്ടിൽ നിന്ന് പോകുന്ന ഞാനാണ്. അല്ലല്ല, എന്ന് വെച്ചാൽ എന്റെ വീട്ടുകാരെല്ലാവരും റിസപ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനോടെ എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ. പക്ഷെ എന്ന് വെച്ചാൽ അപ്പോഴും അവർക്ക് വേണ്ട ടൈം കൊടുക്കാൻ പറ്റിയത് സംസാരിച്ചെല്ലാം ഞാൻ തന്നെ. കല്യാണ ദിവസം തലേ ദിവസം ഈ പറഞ്ഞ കുറച്ച് അമ്പലങ്ങളിൽ പോകേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോകണം എന്നൊക്കെ. അന്ന് ഞാൻ ഇതിൽ എഴുന്നേക്കാൻ താമസിച്ചു. അപ്പം ഇവിടെ രാവിലെ കുറച്ച് ഉടക്കിലൊക്കെയാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോലും പരിപാടിയൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് ലാസ്റ്റ് അമ്പലത്തിൽ ഇവർക്ക് 9 മണി ഒരു മരുന്നും കഴിക്കണത് കൃത്യസമയത്ത് കഴിക്കുന്ന സാധനമാണ്. അപ്പം ഇവരുടെ മറ്റേ പീരീഡ്സ് അങ്ങനത്തെ സാധനം. അപ്പോൾ അത് സമയത്ത് കഴിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതെല്ലാം മാനേജ് ഇടയ്ക്കൊന്ന് ഫുഡും കഴിച്ച് മരുന്നും എല്ലാം കഴിച്ചിട്ട് ഞാൻ ഇതെല്ലാം അവിടെ ചോദിച്ചു എല്ലാ പരിപാടി തെറ്റായില്ലേ. അത് രാവിലെ തന്നെ കുറേ തെറി വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേക്കുകയൊക്കെ ചെയ്ത് റെഡി ഇറങ്ങുകയൊക്കെ ചെയ്തു. അവിടെ വെച്ച് ആ അമ്പലത്തിനോട് വെച്ച് നമ്മളൊരു സെൽഫി എടുത്ത്. അപ്പോൾ സെൽഫി എടുത്തിട്ട് പിന്നെ വണ്ടിയെ പോകുമ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു നമ്മൾ അവസാനമായിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഈ അമ്പലത്തിലൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ആദ്യത്തെ ഒരു സാധനം അടിച്ച് ഞാനും പിന്നെ വണ്ടി ഓടിക്കും ഇങ്ങനെ മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശരിയാണുള്ള പരിപാടിയൊക്കെ. അവസാനം ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ തിരക്കും പരിപാടി, ഇവളും വീട്ടിൽ തിരക്ക്. വൈകിട്ടായപ്പോൾ ഇവള് പോകാൻ നേരത്തെ കണ്ട് ജസ്റ്റ് കണ്ടു. ഫോട്ടോ എടുപ്പിൻ്റെ പരിപാടിയുടെയൊക്കെയാണ്. ഇവിടെ എല്ലാവരും പോയി ഫുള്ള് ശാന്തമായി. ഞാൻ മാത്രം വീട്ടിലുള്ളപ്പോൾ വെളുപ്പിനായപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ ബാത്റൂമിലിരിക്കുക. ബാത്റൂമിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഗാലറി ചുമ്മാ ഫോൺ നോക്കുകയാണെന്നപ്പോൾ ഗാലറി എടുത്തപ്പോൾ ഈ ഫോട്ടോ ഉണ്ട് രാവിലെ അമ്പലത്തിൽ വെച്ചെടുത്തേ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എപ്പോഴും പറയുന്നതാണല്ലോ ഇത് പോസ്റ്റ് ചെയ്യണം ആ സാധനം. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട്. ഞാനിങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടിട്ട് നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോൾ കൂടാൻ വേണ്ടി മറ്റേ ആഗതൻ സിനിമയ്ക്ക് ഇതിങ്ങനെ ചേച്ചി അതിന് റിലേഷൻ കാണിക്കൊരു പാട്ടുണ്ട് മറ്റേ മഞ്ഞുമഴക്കാരിലൊക്കെ പറയും. നമ്മളിത് കളിയാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാട്ട് പാടിയിട്ട് സ്നേഹം ഉണ്ടെന്ന് കാണിക്കാനൊക്കെ. പിണങ്ങിയിരിക്കും ഇതൊക്കെ പാടും, അറ്റത്ത് പോയി കറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷനുള്ള ചൊറിയാനൊക്കെ അതൊക്കെ കാണിക്കും, അങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഇപ്പോൾ ഇയർബഡ്സ് വെച്ചേക്കുക, ഈ പാട്ട് വെച്ചിട്ട് ക്യാപ്ഷൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് കിടന്ന് പ്ലേ ആവും, ഈ ഫോട്ടോ കിടക്കുന്നു, ഞാൻ ഇങ്ങനെ ക്യാപ്ഷൻ ആലോചിക്കുന്നു. അപ്പം അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഇവളാണെന്നുള്ള സാധനം പരിപാടിയൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫോണിലോട്ട് ഒരു തുള്ളി കണ്ണീരിക്കുകയാണ്. ഉയർത്തി കരഞ്ഞൊന്നുമല്ല, ഞാൻ തന്നെ വിചാരിക്കുക കരഞ്ഞു. ഈ പറഞ്ഞ +2 ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞിട്ടേ ഇല്ല, എനിക്ക് അങ്ങനെ വിമർശനമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പടപടപടയെന്ന് കണ്ണീന്ന് വെള്ളം വീഴാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് എങ്ങനെയോ എന്തോ ക്യാപ്ഷനിട്ട് പോസ്റ്റ് ഇപ്പോഴെൻ്റെ ഹൈലൈറ്റ്സ് കിടപ്പുണ്ട് ആ സ്റ്റോറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരയാൻ തുടങ്ങിയിട്ട് സൗണ്ടായി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒച്ചയായി ഭയങ്കരമായിട്ട്. ഞാൻ ഇങ്ങനെ ആ സാധനമായി. ഞാൻ ഇങ്ങനെ ഭിത്തിയിലിങ്ങനെ ബാത്റൂമിൻ്റെ ഭിത്തിയിലിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഇതിനിടെ വിചാരിക്കുന്നു, അപ്പോൾ സിനിമയിലൊക്കെ ആൾക്കാർ വിഷമം വരുമ്പോൾ ഇങ്ങനെ കരയുന്നത് വെറുതെ അല്ല, ഇത് ശരിക്കും തോന്നുന്നു ഇത്തരം കരയും എന്നൊക്കെ. എനിക്ക് പണ്ടാരം നിർത്താൻ പറ്റുന്നില്ല.
കരച്ചിൽ. എനിക്ക് ആരെ വിളിക്കാൻ അറിയത്തില്ല. എന്നിട്ട് ഞാനാണ് ചേച്ചിക്ക് മെസ്സേജ് അയക്കും എടുത്തിട്ട്. ഈ 2:30-3 മണി എന്തായപ്പോൾ ഞാൻ നീ പറയുന്നൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് അപ്പം തോന്നി കുറേ കൂടെ. ഇല്ല, അടിച്ചിട്ടില്ല ശരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറില്ല. നമ്മൾ ആ ചേച്ചി ചെയ്യുന്ന സാധനമായിട്ട് നമ്മളങ്ങനെ വാട്സാപ്പ് മെസ്സേജ് അയക്കാറില്ല. ഈ പറഞ്ഞ ഇങ്ങനൊന്നും ഡയറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കാറില്ല. അപ്പം ഞാൻ ഇതുപോലെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. നീ പറഞ്ഞൊന്നും കേട്ടില്ല, ഞാൻ ഇന്ന് രാവിലെയും കൂടെ നീ പറഞ്ഞിട്ട് ഞാൻ സമയത്ത് എഴുന്നേറ്റില്ല, ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. വേറൊരു സാധനം അന്നേരം എനിക്കത് നേരിട്ട് പറയാൻ പറ്റൂല. കാരണം എനിക്ക് സാധനമുണ്ട്, ഞാൻ നേരിട്ട് പറയാൻ മാപ്പുകളൊക്കെ നേരിട്ട് പറയാൻ ഭയങ്കര മടിയുടെ അല്ല. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഇമോഷൻ ഓവറായിപ്പോ, അതാണ് പ്രശ്നം. അപ്പം ഞാൻ ഇങ്ങനെ ഇത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇതും തീരുന്നില്ല. പടപടയെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഉള്ള വിഷമവും പ്രശ്നവും എല്ലാം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ 3:30 ഇവൾക്ക് എഴുന്നേൽക്കണം മേക്കപ്പ് ചെയ്യാനായിട്ട്. വേർത്ത് ഇവള് രാവിലെ എഴുന്നേറ്റ് ഇതെങ്ങാനുമാണ് കാണുന്നതെങ്കിൽ ഉള്ള കല്യാണമാണല്ലോ, ആകെ പട്ടണവണായി പോലും. ഞാൻ ഓർത്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ഫുള്ള് എടുത്തിട്ട് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ച്. എന്നിട്ട് അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും ഞാൻ ലോസ്റ്റാന്ന് മനസ്സിലായത് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിനോട് കല്യാണത്തിൽ എത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ച മുണ്ടൊന്നും രാവിലെ കണ്ടില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ആട്ടെ നിർത്തി ഞാൻ ഏതോ പഴയ മുണ്ടൊക്കെ എടുത്തുണ്ട് കല്യാണത്തിന് പോകണേ. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ മുണ്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും ഉടുക്കാമെന്ന് വിചാരിച്ച് മുണ്ടഴിക്കുമില്ല. ഞാൻ കുളിച്ചിട്ട് ഉടുത്തേക്കുന്ന തോർത്തകത്തിരിക്കുക, മുണ്ടിനകത്ത് ശരിക്കും. അപ്പോഴേ മനസ്സിലാവുന്നു ഞാൻ ഭയങ്കര ലോസ്റ്റ് ആണെന്നുള്ള സാധനം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഫുള്ള് കട്ട. ഇവളിടയ്ക്ക് കാണുന്നുണ്ട്, ഞാൻ ചിരിച്ച് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട്. എന്നിട്ട് വൈകുന്നേരം റിസപ്ഷനൊക്കെ കഴിഞ്ഞാണ് രാത്രി ഇവളെന്നോട് ഈ മെസ്സേജ് കണ്ടിട്ട് നീ എന്ത് ഇത്രയും മെസ്സേജ് ഡിലീറ്റ് ചെയ്തേക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇത് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഹെഡ്സെറ്റ് എടുത്തിട്ടില്ല, നിൻ്റെ ഹെഡ്സെറ്റ് ഇവിടെ കിടക്കുമോ, ഞാൻ വേണമെങ്കിൽ കൊണ്ട് തരാം, നീ മറ്റേത് ബാഗ് എടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇവിടെ എടുക്കാത്ത, നീ ഇതൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞാൻ വേണമെങ്കിൽ കൊണ്ട് തരാം എന്നൊക്കെ പറയുന്നു. എക്സിന്റെ വീട്ടിൽ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ സാധനം കൊണ്ട് കൊടുക്കും അതുപോലെ. അപ്പം ഞാൻ തന്നെ വിചാരിക്കും, എൻ്റെ ചേച്ചി വിചാരിക്കും ഇവൻ എന്തൊരു ചെറ്റയാ, കാരണം നീ ഹെഡ്സെറ്റ്, ഇവളും വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഇമോഷണലി പറഞ്ഞായിരിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞു നീ ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ വേണമെങ്കിൽ കൊണ്ട് തരാം, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അവളും പിന്നെ ഹെഡ്സെറ്റ് എനിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ അവൾക്കും ഇമോഷൻ ഉണ്ട്. അവൾ ഈ പറഞ്ഞ ഡയറക്റ്റ് കരയിലെ പരിപാടിയില്ല. രണ്ടാമത്തെ ദിവസം ഇതുപോലെ രാത്രിയായപ്പോൾ ഇത് ഓർത്ത് ഞാൻ കരയാൻ തുടങ്ങിയിട്ട് എനിക്ക് സമാധാനമില്ല. രാത്രി ഫുള്ള് കരഞ്ഞ്. അന്ന് എൻ്റെ 33ാമത്തെ ഗേൾഫ്രണ്ട് എന്നെ സമാധാനിപ്പിച്ചതുകൊണ്ട് അന്ന് പിന്നെ കുഴപ്പമില്ലാതെ കിടന്നു. 3ാമത്തെ ദിവസം ഇത് തന്നെ. പിന്നെ ഞാൻ ഇതുപോലെ അടുക്കളയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറേ സമയമുണ്ട്. രാത്രി നമ്മൾ വെളുപ്പിന് 2 മണി വരെയൊക്കെ ഇരിക്കും, ഞാൻ 5 മണി വരെയൊക്കെ ഇരിക്കും, അവൾ 2 മണി വരെയൊക്കെ ഇരിക്കും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അടുക്കളയിൽ വെള്ളമൊക്കെ എടുക്കാൻ പോകുമ്പം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. അവിടെ ചെല്ലുമ്പോൾ ആളില്ല, ഭയങ്കര മൂകത. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനി അങ്ങോട്ടേ ആളില്ല. അതായത് ഒരാൾ മരിച്ചു പോയൊരു വിഷമം പരിപാടി. അപ്പോൾ ഈ പറഞ്ഞൊരു എന്ത് കിട്ടി. അപ്പം അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, ഇവർക്കൊന്നും ഒരു വലിയൊരു ഉത്തരവാദിത്തം തീർത്തതിൻ്റെ സന്തോഷത്തിൽ എന്ന് തോന്നുന്നു. അപ്പം എനിക്കാണെങ്കിൽ അതോടൊക്കെ കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞു, പിന്നെ ആമ്പിള്ളേരെ പറ്റി ഇവർക്ക് ഒരു പ്രശ്നമില്ല. അതാ ഞാൻ ചിന്തിക്കുന്നത്, എനിക്കാണ് അപ്പോഴും എനിക്ക് മനസ്സിലായത് എനിക്കാണ് ഇവളോട് ഏറ്റവും ഇതുള്ള ആ ഒരു സാധനം ഭയങ്കര ഇത്. 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഗേൾഫ്രണ്ട് ചേച്ചിയോട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഈ പറഞ്ഞ കണ്ടിന്യൂസ് കരച്ചിലാണെന്നുള്ളത് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ചേച്ചിക്ക് ഈ സാധനം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ചേച്ചി രാത്രി ചേച്ചിയല്ല ഇതുപോലെ 4ാമത്തെ ദിവസം ഞാൻ വെളുപ്പിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അളിയൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ കിടന്ന് മുട്ടം കരച്ചില്ല 4 ദിവസമായിട്ട്, ഞാൻ വേണം അങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം അന്നാണ് നമ്മൾ രണ്ടുപേരുടെ ഫോണിൽ സംസാരിക്കുമ്പോൾ ചേച്ചി ഇതൊരു പണ്ട് നീ ബാംഗ്ലൂർ എംബസിക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഓണത്തിന് ഞാൻ ഈ തമാശയ്ക്ക് ഇവർ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ മറ്റേ ചീഞ്ഞ ഫുഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്കിവിടെ സദ്യ ഉണ്ട്, ആ സാധനം നമ്മുടെ ചുമ്മാ ആ ഒരു സാധനം കാണിക്കുമല്ലോ, വിഷമമുണ്ടത് കാണിക്കാൻ എന്തോ ഞാൻ തമാശയ്ക്ക് അയച്ചതാ. അപ്പോൾ ഇവൾ അതൊക്കെ പറഞ്ഞിട്ട് കരയും, ഞാനത് ഓർക്കുന്ന പോലും ഇല്ല. അപ്പം ഇവളിങ്ങനെ നീ അത് അയച്ചപ്പോൾ ഞാനൊന്ന് എന്ത് കരഞ്ഞെന്നറിയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവൾക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. നമ്മൾ അന്ന് ഇതൊരു ഫോണിൽ ഒരു 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു. അതിൽ പിന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ നമ്മൾ ഇത്രയും വർഷവും ആ സ്നേഹം കാണിച്ചിട്ടില്ല തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അന്ന് ആ 2 പേരും കരഞ്ഞു പോയിട്ടിലാണ് നമുക്കിത് മനസ്സിലാണ്. കരഞ്ഞു കഴിഞ്ഞ് പ്രശ്നം തീർന്നു, എനിക്കും ഓക്കെ ആയി അവളും ഓക്കെ ആയി. ആ ഒരു സാധനം അവിടാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ആ കരഞ്ഞ് തീരും എന്നുള്ളൊരു സംഭവം. നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം തോന്നുന്നു കരയണമെങ്കിൽ. നമ്മൾ ശരിക്കും സ്ട്രോങ് ആണെങ്കിലേ കരയാൻ പറ്റും. അതായത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റി ചിന്തിക്കാതെ, ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്ന് തോന്നാതെ
ഈ സാധനത്തിന് എനിക്കിപ്പം ഇമോഷണലി ഞാൻ ഇത് ഇറക്കി വെക്കണം തീരുമാനിക്കലാണ്. നമ്മൾ പബ്ലിക്കായിട്ട് കരയണമെന്നില്ല, പക്ഷെ നമുക്ക് കരയുമ്പോൾ കരയാൻ പറ്റണം. അല്ല, നമ്മൾ പബ്ലിക്കായിട്ട് കരയേണ്ട സിറ്റുവേഷൻ വന്നാലും നമ്മൾ മടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. പബ്ലിക്കലി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിനകത്തൊക്കെ, കോളേജിൽ, സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്, കോളേജിൽ ക്ലാസ് റൂമിനകത്ത് വെച്ച് കരഞ്ഞിട്ടുണ്ട്, ആൻഡ് റിലേറ്റീവ്സ് നിൽക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് സർക്കിളിൽ കരഞ്ഞിട്ടുണ്ട്, ഗേൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് പറയാൻ കാണും. ഞാൻ ഇങ്ങനെ പൊതുവായിട്ട് കരഞ്ഞിട്ടേ ഇല്ല. അതാ ഇപ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് 2 ഇൻസിഡന്റ് പറയുന്നല്ല. ഞാൻ എനിക്ക് അവസാനം കരഞ്ഞത് ഇന്നലെ പവി കെയർ ടേക്കർ കണ്ടപ്പോഴായിരിക്കും. നല്ല ഇമോഷണൽ സാധനങ്ങൾ കാണുമ്പോൾ ഒക്കെ നമ്മളത് അതിനെ റിസീവ് ചെയ്ത് അതിനെ നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇറക്കി വെക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കപ്പം വേറൊരു ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാത്തതും അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ മെക്കാനിസത്തിൽ ഇത് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള സാധനം എനിക്ക് കിടപ്പുള്ളതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ തന്നെ എന്നെ രീതി ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, നീ എന്താ ഞാൻ കരഞ്ഞിട്ട് നീ കരയാത്തെന്ന്. ചില സമയത്ത് നമ്മൾ കരഞ്ഞു, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ കരയും. ഇപ്പോൾ ഒരാൾ വിഷമിച്ചാൽ, ഇപ്പോൾ മഹാദേവൻ വിഷമിച്ചാൽ ഇപ്പോൾ നമുക്ക് വിഷമം വരും. ഇപ്പോൾ ഞാനും കൂടെ കരഞ്ഞാൽ മഹാദേവൻ ചിലപ്പോൾ ഡൗൺ ആയി പോകുന്ന വെച്ചാൽ നമ്മൾ കരയാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, ഇതിപ്പോൾ മഹാദേവൻ എക്സാമ്പിൾ പറഞ്ഞു, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ സ്ട്രോങ് ആണെന്ന് വെറുതെ കാണിക്കും. നമ്മൾ ഇമോഷണൽ ഇല്ല, നമുക്കതൊക്കെ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷൻ കൊടുത്ത് നമുക്ക് വിഷമം വരും. പക്ഷെ അവരെ ആ സമയത്ത് നമുക്ക് വേണ്ടത് അവർ കരയുന്നതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ കൂടെ കരഞ്ഞാൽ ചിലപ്പോൾ അവരും വല്ലാതെ. അതെ, ചേച്ചി കരയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരച്ചിൽ നിർത്തിയത്. നമ്മൾ നിർത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് സോൾവ് ആവും എന്നുള്ളൊരു. അല്ലെങ്കിൽ എനിക്കൊന്ന് കരച്ചിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കരയാതിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഭയങ്കര വീക്ക്. എനിക്കൊന്ന് കരയാതിരുന്നാലാണ് നമ്മൾ വീക്ക് ആവുന്നത്. ജനറലി ഇപ്പോൾ ആ ടോപ്പിക്കിന് ആൾക്കാർ ആണുങ്ങളും കരയണം, ആണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന പ്രോഗ്രസീവ് തോട്ട് വരുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ആൾക്കാരുടെ ചിന്ത ആണുങ്ങൾ ഇമോഷണൽലെസ് ആണെന്നാണ്. ഇമോഷണൽ കോഷ്യന്റ് കുറവുള്ള ജീവിയാണ് മനുഷ്യൻ. അതിലെ ആണുങ്ങൾ എന്നൊരു തോന്നൽ ആൾക്കാർക്ക് ജനറലി ഉണ്ട്. ഈവൻ പെൺകുട്ടികൾ പറയാറുണ്ട് ആണുങ്ങൾ ഇമോഷണൽ അല്ല. പക്ഷെ നമ്മൾ എനിക്ക് കുറെ പ്രിറ്റൻഡ് ചെയ്യുന്നതാണ് അല്ലേ, കുറെ കാര്യങ്ങൾ ചെറുതിലെ തുടങ്ങി പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. ഈ പെണ്ണുങ്ങൾ ഹോർണിയല്ലെന്ന് പറയൂ, അതും അവർ പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. അതെ, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഏകദേശം ചിന്തകൾ ഒരേ സെയിം ആയിരിക്കും. കാരണം നമ്മള് കുട്ടികളായിരിക്കും ഇവർക്ക് ആ വ്യത്യാസമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹോർമോണൽ ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോണൽ ചേഞ്ചസ് റീസൺ, സയന്റിഫിക് റീസൺസ്. പക്ഷെ ആണുങ്ങൾക്ക് കരയാതിരിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു. ഇപ്പം അമ്മമാര് നമ്മൾ പിന്നെയും കരയുന്ന ഒരുപാട് നമ്മൾ കൊച്ചിലോട്ട് കണ്ടുകൊണ്ടായിരിക്കും. എന്തെങ്കിലും വീട്ടിലെ വഴക്കോ പ്രശ്നം ഇവർ പെട്ടെന്ന് കരയില്ല. പക്ഷെ അച്ഛന്മാർ അങ്ങനെ കരയുന്ന നമ്മൾ അങ്ങനെ കാണാറില്ല. ഭയങ്കര ഇമോഷണലാണ് അപ്പൻ കരയുന്നത് ഞാൻ പലപ്പോഴും കണ്ടു. റീസെന്റ്, അതായത് ഞാൻ ഇപ്പോഴും ഈ അടുത്തിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഇതില്ലാത്തത്. അതായത് കരയുന്നത് പ്രശ്നമില്ലെന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിലും പക്ഷെ എൻ്റെ മനസ്സിൽ നേരെ പ്രശ്നം, അതായത് അച്ഛൻ കരയുന്നത് ഞാൻ ഒരു 2-3 പോയിന്റ് കണ്ടു. അപ്പോൾ അച്ഛൻ കരയുന്നൊരു പോയിന്റ് നമ്മൾ പോയി, ഈ സീൻ കയ്യിൽ നിന്ന് പോയി, ഇനി ഈ വിഷയം ലോസ്റ്റ് ആയിപ്പോയി, നമുക്കിനി ഇതിനകത്ത് രക്ഷയില്ല എന്നുള്ളത്. അതായത് പുള്ളിയാണുള്ളത് നമ്മുടെ ഫാമിലി ലീഡർ. ആ സാധനം പുള്ളി ഇത് കയ്യിൽ നിന്ന് നമുക്കിനി ആ പ്രതീക്ഷയില്ല. അതുകൊണ്ട് ആ സാധനം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ഞാൻ ഒരു ഫാമിലി ലീഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള സാധനം അല്ലെങ്കിൽ നല്ല കാര്യം. എൻ്റെ അച്ഛൻ ബാത്റൂമിലൊക്കെ പോയി ഞാൻ കരയാറ്. എന്നാലും നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ബാത്റൂമിലൊക്കെ പോകും, ടെൻഷനൊക്കെ അടിച്ചിട്ട്. പക്ഷേ ലോസ്റ്റായിട്ട് നേരെ കരയുന്നത് ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ കരയുന്നുണ്ടെങ്കിൽ നമ്മളാകെപ്പാടെ തകർന്നു പോകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ധൈര്യം സംഭരിച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ കയ്യിൽ നിന്ന് വിടിവിട്ട് പോയി സാധനം. പിന്നെ നമ്മളെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കരയാതെ പിടിച്ചു വെച്ചോണ്ടിരുന്നത്. എനിക്ക് കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ നമ്മൾ തമ്മിൽ കുറേ ഇഷ്യൂസ്, കഴിഞ്ഞ റിലേഷൻഷിപ്പൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും അടി കഴിഞ്ഞിട്ട് തിരിച്ചു വരും അങ്ങനെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര, ഞാൻ അവസാനം പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ പിന്നെ തീരുമാനിക്കും ഈ വിഷയത്തിൽ അടി ഉണ്ടാക്കില്ല അങ്ങനെ. പക്ഷെ പിന്നെ അടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവസാനത്തെ ഒരു പോയിന്റിൽ ഒരു അടിയായപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എനിക്ക് ചിലപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇനി നടക്കൂല, ഇത് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ മാറുമ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലാൻ, നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു സാധനം നമുക്കത് കിട്ടൂല എന്ന് മനസ്സിലാവുമ്പം അത് കരഞ്ഞങ്ങ് തീർക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് വേറൊരു സാധനത്തിൻ്റെ പുറകെ പോവാം, അല്ലേ? ശരിയാണ്. അതല്ല, നമ്മൾ കരഞ്ഞാൽ അവർ തോറ്റു പോകുന്നുള്ളത്. സത്യത്തിൽ ആര് കരയുന്നോ അപ്പോൾ എതിരെ നിൽക്കുന്നത് തോറ്റു പോകും. ഇത് പോകുമ്പോൾ കരഞ്ഞിട്ട് പിന്നെ വേറെ പുറകെ പോകാന്നാണ് പറഞ്ഞത്. അല്ല, ആ വിഷമതോടുകൂടി തീർന്നു. ഇനി അടുത്തത് നോക്കാലോ. അതായത് എന്റെ നേരത്തെ ഫ്രണ്ട് പുറത്ത് പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വേറെ നോക്കി
നമുക്ക് സാധാരണ പണ്ടൊക്കെ പെൺകുട്ടികൾ കരയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ കരഞ്ഞിട്ടില്ലാത്ത എനിക്ക് പറഞ്ഞ സാധനം. ഇല്ല, ഞാൻ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കാരണം കരഞ്ഞിട്ടില്ല. പുള്ളിക്കാരി നമ്മൾ മറ്റേ ലാസ്റ്റ് ആയിട്ട് ഇതുപോലെ കണ്ടിട്ട് ഇനി ഒരു ഭയങ്കര വലിയ ഗ്യാപ്പിലോട്ട് കാണൂല, എബ്രോഡ് പോവാണെന്നുള്ള സാധനം വന്നപ്പോൾ അങ്ങനെ കരഞ്ഞിട്ടില്ല. പ്രശ്നമില്ല, അവരാദ്യം കരയുമല്ലോ. ഞാൻ പിന്നെ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ കരയാറുണ്ട് കേട്ടോ. അത് ഭയങ്കര കാരണം ആരും കാണൂല. അപ്പൊ നമുക്ക് ഭയങ്കര സുഖമായിട്ട് തന്നെത്താനൊക്കെ ഇത് സംസാരിച്ച് കരഞ്ഞ് പാട്ടൊക്കെ കേട്ടോണ്ട് പോവാം. അങ്ങനെ ജോണിനാണെന്ന് നീ കൊടുത്ത് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ജോണാണ് കരയാത്തത്. നീ ലാസ്റ്റ് കരഞ്ഞെന്നാന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. കോളേജിൽ അന്ന് മണ്ടെന്ന് വിളിച്ചപ്പോഴേ അതല്ല, അത് മറ്റേ ഭാര്യ പുള്ളി മധുരന്ന് പോകുമ്പോ കരയെന്ന് പറഞ്ഞില്ലേ, അത് മുത്തു ഇനി പൂവുള്ള താളെ രാവിലെ എന്ത് കഴിക്കും, പുട്ട് മതിയോ, ഓ പുട്ട് വേണ്ടു, അങ്ങനെ കരയറിയും. അറിയില്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ പിടിച്ചു നിർത്തും. ഞാൻ കരയില്ല, അല്ല കരയാണ്ടിരിക്കാൻ ശ്രമിക്കും, പക്ഷെ പെട്ടെന്ന് ചിലപ്പോ ഇതിനകത്ത് എന്തെങ്കിലും നമ്മളറിയാത്ത ഹോർമോണൽ കാര്യങ്ങളോട് കാണും. എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പക്ഷെ കരയുന്നത് നല്ലതാണ്. എന്റെ ചേട്ടൻ കരഞ്ഞില്ലെങ്കിൽ തെറ്റാണോ മോശമാണോ എന്നൊന്നും കരയുന്നത് നല്ലതാണ്. കരയാതെയും ദേഷ്യപ്പെടാതെയും ഭയങ്കര റോങ് ആയി നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം കുറെ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാരുണ്ടല്ലോ. അവര് ചിലപ്പം അവർക്ക് ശരിക്കും ദേഷ്യപ്പെടേണ്ട ആളുടെ ദേഷ്യപ്പെടാതെയാണ് അവർ വേറെ ഉള്ളവരുടെ ഇത്ര ദേഷ്യത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടിച്ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലർക്കും. പക്ഷെ അവരത് ചെയ്യാതെ ഈ പ്രശ്നമാണ് അവരെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു സയൻറ്റിഫിക്കലി അങ്ങനത്തെ ആൾക്കാരെ അനലൈസ് ചെയ്താൽ അങ്ങനത്തെ ആൾക്കാരുടെ ട്രെൻഡ് ഇതാണല്ലോ. അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുള്ള ഇത്ര കലിപ്പി നടക്കുന്ന ആൾക്കാർ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പലരും പറയണല്ലോ ഈ സെക്ഷുവൽ ദാരിദ്ര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ സെക്സ് ഇൻറ്റിമസിയുടെ കുറേ ഒരു കീ റോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ സാധനം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊരു സ്പേസ് കിട്ടുന്നു അല്ലേ. നമുക്ക് വൾണറബിൾ ആവാനുള്ളൊരു സ്പേസ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഡിഫിക്കൽട്ട് ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. എനിക്കൊരു പെണ്ണിൻ്റെ കൂടെ കരയാൻ ആ ഒരു സെറ്റപ്പ് വരുള്ളൂ. ആളുകളുടെ ഞാൻ കരയാം. അപ്പം നിനക്ക് അങ്ങനെയുള്ളവരുടെ കരയാനും പറ്റത്തുള്ളൂ. അതെ അതെ അതെ. നീ അത്ര ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള വൾണറബിൾ ആകാൻ പറ്റും. കാരണം ഞാൻ കരഞ്ഞാൽ കുറേ നേരം കരയും. അത്രയും വെയിറ്റ് ചെയ്ത് ആണുങ്ങൾ എന്തിനാ കരയണം, കരയാതിരിക്കണം അങ്ങനല്ലേ പറയാം. ശരിയാ, നമുക്ക് കരച്ചിലൊരു പ്രശ്നം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല. നമുക്ക് എന്തേലും വേറെ ആ ഒരു പരിപാടിയാണ്. അപ്പുറത്ത് പോയി നമുക്കൊരു ചായ പിടിച്ചിട്ട് അപ്പം മാറും. നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു നമ്മളുടെ ആണുങ്ങളും പെണ്ണുങ്ങളുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ സാധനം സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതെ അതെ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കാൻ ഒരാളിരുന്നാൽ ഓക്കെയാണ്, കേട്ടാ മതി. ഇതിന് പ്രശ്നപരിഹാരം ഇത് അവരുടെ ഒരു പ്രശ്നമല്ല, നീ പരിഹരിക്കണ്ട, നീ ഒന്ന് കുറച്ചു നേരം കേക്ക്. ഇതാണ് എന്റെ ഉള്ളിൽ ഇപ്പൊ തോന്നുന്ന സാധനം. അപ്പോഴേക്കും നമ്മൾ ഐഡിയ ഓക്കെ, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, ഈ സാധനം ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് എഴുന്നിട്ട് പോളാം. ജെൻഡർ ഇതായത് കൊണ്ട് കരയരുത് എന്നുള്ള നോഷൻ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ജെൻഡർ ഇതായതുകൊണ്ട് കരയുന്നു, പെണ്ണായതുകൊണ്ട് കരയണം, ആണായതുകൊണ്ട് കരയരുത്, അങ്ങനെ പാടില്ല. വിഷമം വന്നാൽ കരയണം തോന്നിയാൽ കരയണം, പിടിച്ചു വെക്കണം, നിങ്ങൾ പിടിച്ചു വെക്കുക, പിന്നെ മാറി നിന്ന് കരയണം. അങ്ങനെ നിങ്ങളുടെ മെക്കാനിസം എന്താണെന്ന് അത് എടുക്കുക. പക്ഷെ കരയേണ്ട സമയത്ത് കരയുക, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുക, ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യപ്പെടുക. പിന്നെ ഓവർ ആവാതിരിക്കാൻ വേണ്ടി, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന ലെവലിലേക്ക്. പിന്നെ അതൊരു നിങ്ങളുടെ പേഴ്സണാലിറ്റി ആവരുത്. അത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, എപ്പോഴും ദേഷ്യപ്പെട്ട്. ഇപ്പം കലിപ്പനായിട്ടുള്ള ആൾക്കാർ അത് മോശമാണ്. അത് ആ ഇമോഷൻ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്, പക്ഷെ അത് അവർ പ്രോസസ്സ് ചെയ്ത് തീർക്കുന്നില്ല. ആണുങ്ങൾ ഇമോഷണൽ ആണോ? ആണുങ്ങൾ ഈ പറഞ്ഞ വിഷമങ്ങൾ എപ്പോഴും നമുക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ അവളെ എന്റെ ഭാര്യനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫീൽ ചെയ്യും. എന്റെ ചേട്ടൻ ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ കൊണ്ടാക്കി വിടാൻ ആ ഒരു ദിവസം പോക്കാം. അന്നത്തെ ദിവസം നമുക്കറിയാം ഇത്ര ദൂരത്ത് അപ്പുറത്തുള്ളൂ. ഇപ്പൊ അടുത്ത ആഴ്ച അവളെ കാണാൻ പോണതിന്റെ. പക്ഷെ അപ്പോഴൊന്നും കരച്ചിലൊന്നും വന്നിട്ടില്ല. കൂടുതൽ സമയം ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നു കാണൂലേ? ആര്? ഇല്ല, ഞാൻ കാണൂല. ആ സമയങ്ങളിൽ കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കൂല. ഞാൻ ഉപയോഗിക്കും. എനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ള ദിവസങ്ങൾ ഞാൻ നോക്കുവാണെങ്കിൽ അതൊക്കെ കാണുമ്പോഴും ഇറിറ്റേറ്റഡാവും. ഇങ്ങനെ ആ ഒരു കുറച്ചേരം ഞാനിങ്ങനെ കുറച്ച് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി, ഞാൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കിടന്നുറങ്ങും. സീരിയസ് ആയിട്ടും റീല് ഞാൻ വിഷമിക്കും. വിഷമം വന്ന ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് അല്ല, ഞാൻ കുറെ ചിന്തിച്ചോണ്ടിരിക്കും. ഞാൻ ആ സമയത്ത് പറഞ്ഞ റീല് കാണാതിരിക്കില്ല, ഞാൻ ഭയങ്കര എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോണ്ടിരിക്കും. ഞാൻ ഇതാവണത് ഫ്ലിപ്പാവണത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അത്
എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലാവും പെട്ടെന്ന്. ഫ്ലിപ്പ് അടിക്കും ഞാൻ, അത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് അടിക്കും. നമ്മുടെ വിഷമ സ്റ്റോറീസും കരച്ചിൽ കഥകളും പറഞ്ഞു നിങ്ങൾ ആണുങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ പെൺകുട്ടികൾ പറയട്ടെ അവരുടെ ബോയ് ഫ്രണ്ടോ അവരുടെ ബ്രദറോ ഒക്കെ കരയുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ. ആണുങ്ങൾ കരയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവട്ടെ, അവർക്ക് കൂടുതൽ കരച്ചിന്റെ കഥകൾ പറയാനുള്ള ഒരു കമന്റ്. ആണുങ്ങളെല്ലാം കരയുക, നമ്മളൊരു ആണെന്ന രീതിയിൽ നമുക്ക് ആണുങ്ങളുടെ അടുത്ത് പറയാലോ, പെണ്ണുങ്ങളുടെ അടുത്ത് ജെൻഡറിന്റെ ബേസിൽ ഒരു സാധനത്തെ പ്രൊജക്ട് മടിച്ചു നിൽക്കാതെ കരയുക. കരയണമെന്നില്ല, അങ്ങനെ ഈ രണ്ട് സാധനം ഇല്ല, കരയുന്നതാണ് സ്ട്രെങ്ത്. അത്രേ ഉള്ളൂ. കരയാതിരിക്കുന്ന ഒരു വീക്ക്നെസ് ആണ്, കരയുന്നതല്ല വീക്ക്നെസ്. ഒരു കുപ്പി അടിച്ചേച്ചിന്റെ പോവാണ്. ശരി, കരയണം. ഇന്ന് കരഞ്ഞ് ബൈ ഗൈസ്, Bye, guys. നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരാം.